Okay, thank you, Dr. Dhanesh. Thank you, doctors in English session, including Dr. Venugopal Reddyar. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ തുടർന്ന് വരുന്ന വെബ് പരമ്പരയുടെ 1582-ാം ദിവസം. ഇന്ന് സൂം പ്ലാറ്റ്ഫോമിൽ നമുക്കൊരു ക്ലാസ് എടുക്കുവാനായി എത്തുന്നത് നമ്മുടെ പ്രിയങ്കരനായ കുറുപ്പ് സാറാണ്. സാറിന്റെ ക്ലാസ് ശ്രവിക്കുന്നതിന് വേണ്ടി ഇന്ന് സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും ഞാൻ വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഒരു അറിയിപ്പുണ്ട്. നമ്മളൊരു ഇന്റർനാഷണൽ ജേണൽ തുടങ്ങുകയാണ്. ഈ മാർച്ചോട് കൂടി നമുക്ക് എൻ്റെ ജേണൽ പുറത്തു വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഈ ജേണലാണ്. അപ്പോൾ മെഡിക്കൽ ഈ ജേണൽ, ഇന്റർനാഷണൽ മെഡിക്കൽ ഈ ജേണലാണ്. അപ്പോൾ അതിന് വേണ്ടുന്ന നമുക്ക് ആർട്ടിക്കിൾസ് ഉണ്ട്. ആർട്ടിക്കിൾസ് നമ്മളിപ്പോൾ 3 ഭാഷയിലും നമ്മൾ ഇംഗ്ലീഷിലും ഹിന്ദിയിലും മലയാളത്തിലും ആർട്ടിക്കിൾസ് എല്ലാം ക്ഷണിക്കുകയാണ്. പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാ ഡോക്ടേഴ്സും വളരെ ബിസി ആയിട്ടുള്ള ഡോക്ടേഴ്സാണ്. അതുകൊണ്ട് ഓരോരുത്തരും ആർട്ടിക്കിൾ അയക്കുമ്പോൾ അത് പൂർണ്ണത പ്രാപിക്കാനായിട്ട് പരമാവധി ശ്രമിക്കുക. ഞങ്ങൾക്ക് ജോലി ഉണ്ടാക്കി പൂർണ്ണമായിട്ട് ക്ലിയറായി അവർ ബാക്കിയുള്ളവരുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്തതിന് ശേഷം നമ്മുടെ ഹോമിയോപ്പതി സിദ്ധാന്തങ്ങളുമായിട്ട് യോജിക്കുന്ന രീതി, മെഡിക്കൽ സയൻസുമായിട്ട് യോജിക്കുന്ന രീതി എല്ലാം ലേഖനങ്ങളായിരിക്കണം അയക്കുന്നത്. അപ്പോൾ നമുക്കൊരു ബോർഡുണ്ട്. ഇനി അടുത്ത ഗൈഡ് ലൈൻസ് ഒക്കെ തരുന്നതാണ്. അപ്പം മാർച്ചിൽ എന്തായിരുന്നാലും പുറത്ത് വരണം. അപ്പോഴും മലയാളത്തിലും ഉള്ള ലേഖനങ്ങൾ സയന്റിഫിക് ലേഖനങ്ങളായിരിക്കണം. നമ്മുടെ ഹോമിയോപ്പതിയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള, ഹെൽത്തുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ലേഖനങ്ങളും വരത്തക്ക രീതിയിൽ നമുക്ക് അതിൻ്റെ ഒരു ബോർഡുണ്ട്. നമ്മുടെ പബ്ലിസിറ്റിയുടെ ബോർഡുണ്ട്. അപ്പോൾ ആ ജേണൽ ചെക്ക് ചെയ്തിട്ട് അപ്പോൾ നമുക്ക് ജേണലിൽ ഇനി നാളെ തിരുത്ത് വരാൻ പാടില്ല. ആരെങ്കിലുമൊക്കെ ചോദ്യങ്ങളൊക്കെ ഒരുപാടുണ്ടാകും. അപ്പോൾ കഴിയുന്നതും ഏറ്റവും നല്ല രീതിയിലുള്ള വിഷയങ്ങളായിരിക്കണം. അതിൽ വിഷയം പൂർണ്ണതയോടുകൂടി അയക്കുന്നിട്ട് ഇതാണ് അറിയിക്കുന്നത്. എല്ലാവരും എത്രയും പെട്ടെന്ന് ലേഖനങ്ങൾ കറക്റ്റായിട്ട് അയക്കുക, പരമാവധി സ്ഥിതിയാക്കി അയക്കുക. താങ്ക് യു. ഓക്കെ, ഹ്യൂബർട്ട് ഡോക്ടറെ എല്ലാവരും കേട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മുടെ ക്ലാസ് തുടങ്ങാനുള്ള സമയമായി. കുറുപ്പ് സാർ എത്തിയിട്ടുണ്ട്. സാറിനെ ഒന്ന് കോഹോസ്റ്റ് ആക്കിയേക്കണേ ഹ്യൂബർട്ട് ഡോക്ടറെ. ഇന്നത്തെ നമ്മുടെ ക്ലാസിന്റെ വിഷയം ജന്മസിദ്ധ വാസനകൾ അഥവാ ടെമ്പറമെന്റ് എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസിന്റെ വിഷയം. ഇന്ന് 2ാം ഭാഗമാണ് ക്ലാസിന്റെ. ഇന്നത്തെ ഈ 2ാം ഭാഗം ക്ലാസ്സിന് വേണ്ടി നമ്മുടെ ശ്രീധരക്കുറുപ്പ് സാറിനെ ആദരപൂർവ്വവും സ്നേഹപൂർവ്വവും സ്വാഗതം ചെയ്യുകയാണ്. സാറെ, ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് 1 നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ക്ലാസ് തുടങ്ങാം സാർ. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും, പ്രത്യേകിച്ചും നമ്മുടെ ഫൗണ്ടറായ ക്രിസ്ത്യൻ പാട്രിക് സാമുവൽമാനും അതുപോലെ എൻ്റെ എല്ലാ ഗുരുക്കന്മാരെയും സ്മരിച്ചുകൊണ്ട് അവരുടെ പദാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ക്ലാസ് 2ാം ഭാഗം തുടങ്ങട്ടെ. ടെമ്പറാമെൻറ്റ്സ്. അപ്പം ഞാൻ നേരത്തെ ഇതിൽ കൂടുതൽ ആൾക്കാരും നേരത്തെ കേട്ടിട്ടുണ്ടെന്നാണ് കഴിഞ്ഞ ക്ലാസ്. അതൊന്ന് റിപ്പീറ്റ് ചെയ്യണോ മോഡറേറ്റർ? ഒന്ന് ചെറുതായിട്ട് റിപ്പീറ്റ് ചെയ്യണോ? ഒന്ന് ഓടിച്ച്. ഓക്കെ. അപ്പം ഇത് ആദ്യം ഈ ടെമ്പറാമെന്റിനെ കുറിച്ച് ആദ്യം 5000 വർഷങ്ങൾക്ക് മുമ്പ് ഹിപ്പോക്രാറ്റീസ് ആണ് ഇതിനെക്കുറിച്ച് വ്യക്തമായ ഒരു വ്യക്തത ഉണ്ടാക്കിയത്. രക്തം, പിത്തം, വാതം, കഫം എന്നിങ്ങനെയാണ്. രക്തപ്രകൃതം എന്ന് പറഞ്ഞാൽ ഉണർവ്, ഉന്മേഷം, ഉത്സാഹം, തിടുക്കം. അതിനെ സാങ്കുലിൻ ടെമ്പറാമെന്റ് എന്ന് പറയും. പിന്നെ പിത്തപ്രകൃതം കോപം, ദേഷ്യം, വൈരാഗ്യം, ശത്രുത. പിന്നെ വാദപ്രകൃതം ഭയം, സങ്കടം, നിരാശ, വിഷാദം. അതിനെ മെലങ്കോളി എന്ന് പറയും. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് അതാണ്. പിന്നെ കഫപ്രകൃതം മന്ദത, ഉദാസീനത, മന്ദത്തരം, ബലഹീനത. പ്ലഗ്മാറ്റിക് ആണ്. ഈ 2 ഇന്ന് എടുക്കാൻ പോകുന്നത്. മെലങ്കോളിക്കും പ്ലഗ്മാറ്റിക്കും ആണ് ഇന്ന് എടുക്കുന്ന വിഷയം. മറ്റേത് കഴിഞ്ഞ പ്രാവശ്യം എടുത്തതാണ്. അത് ഇപ്പം എടുക്കുന്ന കൂട്ടത്തിൽ ഒന്ന് ഓടിച്ചു പോകുന്നതായിരിക്കും. ഇപ്പം ഇതെല്ലാം നമ്മുടെ മാതാപിതാക്കൾ
പാരമ്പര്യം, ശാരീരിക ശേഷി, സാഹചര്യം, സംസ്കാരം, ഭാഷ, വിദ്യാഭ്യാസം, സഹവാസം, കാലാവസ്ഥ, പരിസ്ഥിതി, പരിശീലനം എന്നിങ്ങനെ നിരവധി ഘടകങ്ങൾ ഇതിന് ബാധകമാണ്. പിന്നെ ഇനി നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. ഒരു 45 അല്ല 50 മിനിറ്റ് എടുക്കും. ബാക്കിയുള്ളത് ഡിസ്കഷനാണ് ഉദ്ദേശിക്കുന്നത്. എനിക്കൊരു മിഷനുണ്ട്, ഒരു വിഷനുണ്ട്. മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം പുതിയ പുതിയ സബ്ജക്റ്റുകൾ, അതായത് സൈക്കോളജി, അതുപോലെ തന്നെ കൗൺസിലിങ്, അങ്ങനെയുള്ള സോഷ്യൽ സ്കിൽസ്, ഇങ്ങനെയുള്ളതൊക്കെ പഠിപ്പിക്കുക. അതെൻ്റെ ഒരു വിഷനോടാണ്. പല കാര്യങ്ങളിലും ഇങ്ങനെയുള്ള ആൾക്കാർക്ക് പുതിയ കാര്യങ്ങൾ പഠിപ്പിക്കുക. അത് പ്രധാനപ്പെട്ടത് ഹോമിയോപ്പതിയാണ്. അപ്പം അന്നേരം ഞാൻ ഇത് തീർന്നു കഴിയുമ്പം ടെമ്പറാമെൻറ്റിനെ ഒരു ഡിഫിക്കൽട്ട് സബ്ജക്റ്റാണ്, അത്ര ഈസിയായ കാര്യമാണെന്ന് തോന്നുന്നില്ല. അതായത് കൂടുതൽ പഠിക്കുമ്പോഴാണ് നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നത്. അതിന് നമുക്ക് സ്ലൈഡ് ഷെയർ ചെയ്യാവുന്നുണ്ട്. ഞാൻ ഓഗസ്റ്റ് ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഓഗസ്റ്റ് ആണോ? കോഹോസ്റ്റ് ആണ് സാറേ. ആ, വിട്ടുപോയല്ലോ. ഷെയർ ചെയ്തപ്പോഴത്തേനും സംഗതി പോയല്ലോ. എന്നാ പറ്റി? സ്ക്രീനിന്ന് ഒന്നും ഷെയർ ചെയ്യാൻ തരാം, ഒന്നുകൂടെ ചെയ്യണം. ഒന്നുകൂടെ ചെയ്യണം. വന്നെങ്കിലും എനിക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നില്ല. സാറേ മുഴുവൻ വന്നിട്ടുണ്ട് സാറേ. ഞങ്ങൾക്ക് കാണാം. എനിക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ. അതെ, നിങ്ങൾ ആരെങ്കിലും വായിച്ചാൽ എക്സ്പ്ലെയിൻ ചെയ്യാം. നോക്കട്ടെ, ഒന്നുകൂടെ നോക്കട്ടെ. ടെമ്പറമെന്റ് ഇൻഫോഗ്രാഫിക്സ്. ഒരു മിനിറ്റ്, എനിക്ക് കാണാൻ പറ്റുന്നില്ല. ഒന്നുകൂടെ നോക്കട്ടെ. ഞാൻ ഇപ്പൊ തിരിച്ചു പിടിച്ചു. ഇപ്പൊ ഇല്ല. അത് ഒന്നുകൂടെ നോക്കാനായിട്ടാ. എവിടാ കുഴപ്പം? കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എടുത്തതാ, ആരെയും വിളിക്കാഞ്ഞത്. വീണ്ടും ഷെയർ ഒന്ന് ചെയ്ത് നോക്കട്ടെ. നോക്കട്ടെ ഇനി ഷെയർ. പിന്നെയും പോവാണല്ലോ. ഒറ്റ മിനിറ്റേ, ഒരു മിനിറ്റ്. ഞങ്ങൾക്ക് കാണാം. എനിക്ക് കാണാൻ മേല. എനിക്കിവിടെ കാണണ്ടേ, അല്ലേ വായിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് വായിക്കാവുന്നുണ്ടെങ്കിൽ ഞാൻ എടുക്കാം. ഒരു മിനിറ്റ് വായിക്കാം. നോക്കട്ടെ. ഒരു മിനിറ്റ്, എനിക്ക് തന്നെ വായിക്കാൻ പറ്റുന്ന രീതിയിൽ. ഒറ്റ മിനിറ്റ്, ഒരു മിനിറ്റ്. ഇപ്പം വായിക്കാം, ഇപ്പം കാണാം. അത് ഡബിൾ ക്ലിക്ക് ചെയ്യണമായിരുന്നു, സിംഗിൾ ക്ലിക്ക് ചെയ്തോളൂ, അതാ പറ്റിയത്. ഓക്കെ. അപ്പം ടെമ്പറാമെൻറ്റ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എടുത്ത അതേ സ്ക്രീൻ തന്നെയാണ്. നമ്മളിപ്പം സാങ്കുനിൻ ടെമ്പറാമെൻറ്റും കൊളോറിക് ടെമ്പറാമെൻറ്റും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മൾ മെലങ്കോളിക്കാണ്. അന്നേരം ഇതിൻ്റെ സാങ്കുനിൻ ടെമ്പറാമെൻറ്റ് 23%, അതും അതുപോലെ കൊളോറിക്കും എക്സ്ട്രാവേർട്ടാണ്. കൊളോറിക് 38%. അത് സാങ്കുനിനും ഫ്ലഗ്മാറ്റിക്കും റാഷണലാണ്. അതുപോലെ തന്നെ കൊളോറിക്കും മെലങ്കോളിക്കും എമോഷണലാണ്. മെലങ്കോളിക്ക് 11%, ഫ്ലഗ്മാറ്റിക്ക് 28%. പെട്ടെന്ന് പോകുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്തതാ, അതുകൊണ്ടാണ് കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് പോകാത്തത്. അപ്പം സ്ട്രെങ്ത്സ് ഓഫ് എ മെലങ്കോളി എന്താണെന്നുള്ളതാണ്. സ്ട്രെങ്ത് ഓഫ് മെലങ്കോളി: ഡീപ്പ് ആൻഡ് തോട്ട്ഫുള്ളി
വളരെ ആലോചിച്ച കാര്യങ്ങൾ ചെയ്തു, അനലിറ്റിക്കൽ ആയിരിക്കും. അപ്പം വളരെയധികം അത് വളരെ ചിന്തിച്ച് ഓരോ കാര്യങ്ങളും ചെയ്യുള്ളൂ. അത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ അനലിറ്റിക്കലായിട്ട് വളരെയധികം അതിനെ സ്പീഡ് കൂടുതലുണ്ടോ മാഡം? ഇല്ല ഇല്ല. ഇല്ല. സീരിയസ് ആൻഡ് പർപ്പസ്ഫുൾ, വളരെ സീരിയസ് ആയിരിക്കും ആള്. ജെന്യുവിൻ ജീനിയസ്, വളരെ ജീനിയസ് ആയിരിക്കും, വളരെ ജീനിയസ് ആയിരിക്കും. വായിക്കാവോ ഓരോന്നും? വായിക്കാം വായിക്കാം. കുറച്ചുകൂടെ എളുപ്പമാണ്. The melancholy emotions, deep and thoughtfully, analytical, serious and purposeful, genius prone, talented and creative, artistic or musical. ടാലൻറ്റഡ് ആയിരിക്കും അവർ, പല കാര്യത്തിൻ്റെ അകത്തും അവർ വളരെ എഫിഷ്യൻ്റ് ആയിരിക്കും, ക്രിയേറ്റീവായിട്ടുള്ള, ആൾക്കാരെ സംഘടിപ്പിക്കാനും അതുപോലെ തന്നെ ഒരു സമൂഹത്തിൽ ചെന്ന് കഴിഞ്ഞാൽ വെള്ളത്തിലെ പൊങ്ങുതടി പോലെ കിടക്കും. പിന്നെ ആർട്ടിസ്റ്റിക് ഓർ മ്യൂസിക്കൽ ആയിരിക്കും, അവർ പടം വരയ്ക്കാനോ അല്ലെങ്കിൽ മ്യൂസിക് പഠിക്കാനോ ഒക്കെ അവർക്ക് താല്പര്യം കാണും. ഇതൊക്കെയാണ് സ്ട്രെങ്ത്സ് ഓഫ് മെലങ്കോളി. അടുത്തത് വന്നോ? അല്ല, അതിൽ തന്നെ ഇടയ്ക്കാണല്ലോ സാറേ. കുറച്ച് സ്ട്രെങ്ത് ഓഫ് എ മെലങ്കോളി. അതെ, കുറച്ചൊരു മാറ്റമുണ്ട്. ഫിലോസഫിക്കൽ ആൻഡ് poetic, appreciative of beauty, sensitive to others, self-sacrificing, conscientious, idealistic. അപ്പൊ അന്നേരം ഇതൊക്കെയാണ് ഫിലോസഫിക്കലാണ്, വളരെ ഫിലോസഫിക്കലായിരിക്കും. അതുപോലെ പോയറ്റിക്, പോയങ്ങളൊക്കെ എഴുതാനും വായിക്കാനും അതിനൊക്കെയുള്ള വളരെയധികം താല്പര്യങ്ങളായൊക്കെ കാണും. പിന്നെ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ഒന്നും അല്ലെങ്കിൽ പറയും നിങ്ങളുടെ സാരി നല്ലതാണ്, എൻ്റെ ഷർട്ട് നല്ലതാണ്, വളരെ നന്നായിരിക്കുന്നു എന്നൊക്കെ പറയും. ഇതൊക്കെ അവരുടെ ക്വാളിറ്റീസാണ്, ഈ മെലങ്കോളി ആൾക്കാരുടെ ക്വാളിറ്റീസാണ്. സെൻസിറ്റീവ് ടു അതേഴ്സ്, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ അവരോട് പറഞ്ഞാൽ വളരെ എമോഷണലായിരിക്കും അവർ. സെൽഫ് സാക്രിഫൈസിങ്, അവരെ ചിലപ്പോൾ ഒരു സ്ഥലത്ത് പോയാൽ നമുക്ക് കാണാം അവസാനം ആഹാരം കഴിക്കുള്ളൂ, അവരെല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞിട്ട് അവർ ആഹാരം കഴിക്കുള്ളൂ. അതുപോലെ അവർ തന്നെ എല്ലായിടത്തും ഒരു ലീഡർഷിപ്പ് പോലെ നിന്നിട്ട് എന്ത് വന്നാലും, ഒരു കുറ്റം വന്നാലും അവരത് ഏറ്റെടുക്കും. അതാണ് ഈ മെലങ്കോളിയുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നതിനൊരെണ്ണം. ഐഡിയലിസ്റ്റിക് ആയിരിക്കും, എപ്പോഴും വളരെയധികം ഐഡിയലായിട്ടേ പെരുമാറത്തുള്ളൂ, മാർഗദർശിയായിട്ടേ പെരുമാറത്തുള്ളൂ. ഇതൊക്കെയാണ്. അടുത്തൊന്ന് വായിക്കോ. The melancholy as a parent sets high standards, wants everything done right, keeps home in good order, picks up after children, sacrifices own will for others, encourages scholarship and talent. സെറ്റ്സ് ഹൈ സ്റ്റാൻഡേർഡ്. അവരുടെ ജീവിതത്തിലൊക്കെ നോക്കിയാൽ അവർ നല്ല രീതിയിലായിരിക്കും, എല്ലാ പെരുമാറ്റവും എല്ലാ രീതിയിലും ഒരു അപ് ടു ഡേറ്റ് ആയിരിക്കും. വോണ്ട്സ് എവറിത്തിങ് ഡൺ റൈറ്റ്, തക്ക സമയത്ത് തക്ക കാര്യങ്ങൾ തക്കതായിട്ട് ചെയ്യാൻ അവർക്കറിയാം. കീപ്സ് ഹോം ഇൻ ഗുഡ് ഓർഡർ, വീട്ടിലൊക്കെ ചെന്നാൽ നല്ല ക്രമീകരിച്ചേ ഉള്ളൂ. ഒരു സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കടന്നു കഴിഞ്ഞാൽ അവർക്ക് സഹിക്കത്തില്ല, അവർ ഉടനെ പോയി അത് ശരിയാക്കി വെക്കും. പിക്സ് അപ്പ് ആഫ്റ്റർ ചിൽഡ്രൻ, കുട്ടികളെയൊക്കെ വളരെയധികം നോക്കുകയും താലോലിക്കുകയൊക്കെ ചെയ്യും. സാക്രിഫൈസസ് ഓൺ വിൽ ഫോർ അതേഴ്സ്, പിന്നെ വേറുള്ളവർക്ക് വേണ്ടി എന്ത് ത്യാഗങ്ങളും ചെയ്യാൻ തയ്യാറായിരിക്കും. എൻകറേജസ് സ്കോളർഷിപ്പ് ആൻഡ് ടാലൻറ്റ്, ഒരാൾ സ്കൂളിൽ നിന്ന് കുട്ടികളൊക്കെ നല്ല മാർക്ക് മേടിച്ച് വന്നിട്ട് ഏതെങ്കിലും ഒന്നിന് പ്രൈസ് മേടിച്ചോണം വന്നാൽ അവരെ അപ്രീഷിയേറ്റ് ചെയ്യും, അവരെ കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യും. അതാണ് അവരുടെ ഒരു ക്വാളിറ്റീസ്. അടുത്തത് schedule oriented, perfectionist, high standards,
detail conscious, persistent and thorough, orderly and organized, neat and tidy. ഷെഡ്യൂൾ ഓറിയൻറ്റഡ്, എല്ലാവരും ഒരു ചിട്ടയായിട്ടേ നടത്തുള്ളൂ. അവരുടെ എല്ലാത്തിനും ഒരു ഷെഡ്യൂൾ ഉണ്ടായിരിക്കും. എന്നാൽ ചുമ്മാ തോന്നിയ മാതിരി തോന്നുമ്പം വന്ന് തോന്നുമ്പം പോവുകയോ എല്ലാ കാര്യത്തിൻ്റെ അകത്തും. പിന്നെ പെർഫെക്ഷനിസ്റ്റ് ആയിരിക്കും, എപ്പോഴും പെർഫെക്റ്റ് ആയിരിക്കണം എല്ലാ കാര്യങ്ങളും, അതും ഹൈ സ്റ്റാൻഡേർഡിലായിരിക്കും. ഡീറ്റെയിൽ കോൺഷ്യസ്, വളരെ കോൺഷ്യസ് ആണ് അവർ, വളരെയധികം എല്ലാ കാര്യത്തിനും ശ്രദ്ധ കാണിച്ചിരിക്കും. പെർസിസ്റ്റന്റ്, തറോ, കണ്ടിന്യൂസ് ആയിരിക്കും. അവരൊരു കാര്യം ചെയ്യണമെന്ന് വിചാരിച്ചാൽ അത് എന്നൊന്നും അവർ മോണിറ്റർ ചെയ്ത്, ഇപ്പോൾ ഒരു ഗോൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ അവർ ദിവസവും അത് എന്തുമാത്രമായി, എന്തുമാത്രം ബാക്കിയുണ്ട്, എത്രമാത്രം ആയെന്ന് അവർ അസസ് ചെയ്തുകൊണ്ടിരിക്കും. ഓർഡർലി ആൻഡ് ഓർഗനൈസ്, എല്ലാ കാര്യങ്ങളും വളരെ നീറ്റ് ആൻഡ് കറക്റ്റ് ഓർഗനൈസ്ഡ് ആയിരിക്കും. ഒരു പ്രോഗ്രാമൊക്കെ അവർ തക്ക സമയത്ത് തുടങ്ങിയിരിക്കും. ഓരോ സമയത്തിനും സമയത്ത് അനുസരിച്ചിട്ട് അവർ അത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കും, മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. നീറ്റ് ആൻഡ് ടൈഡി, വളരെ നീറ്റായിരിക്കും എല്ലാ കാര്യത്തിൻ്റെ അകത്തും. അല്ലാതെ തോന്നിയ മാതിരി എങ്ങനെയൊരു ഉഴപ്പി തല്ലിപ്പറിച്ച് ഒരു പരിപാടി നടത്താൻ അവർക്ക് താല്പര്യമില്ല. വായിക്കാവോ? വായിക്കാം സാർ. ആരെയത് കണ്ടില്ല? കണ്ടു സാർ. Economical, see the problems, find creative solutions, needs to finish what he starts, likes charts, graphs, figures and lists. അവർ വളരെ എക്കണോമിക്കലായിരിക്കും. അവർ സാമ്പത്തികമായിട്ടൊക്കെ വളരെ ആലോചിച്ചിട്ടേ ഓരോ കാര്യങ്ങൾ ചെയ്യുള്ളൂ. അതായത് വളരെ അതിനൊരു ബഡ്ജറ്റൊക്കെ ഇട്ടിട്ട് ആ ബഡ്ജറ്റിൽ നിൽക്കുകയോ എന്നൊക്കെ നോക്കും. സീസ് ദി പ്രോബ്ലംസ്. അതിനു മുമ്പ് വരുംപരാഴികളെ കുറിച്ച് വളരെയധികം ചിന്തിക്കും. നല്ല കാര്യങ്ങളും പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ അവർ ചിന്തിച്ചിട്ട് അവരൊരു കാര്യം ചെയ്യും. ഫൈൻഡ്സ് ക്രിയേറ്റീവ് സൊല്യൂഷൻ. എപ്പോഴും അവർ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങളെ അവർ ചെയ്യത്തുള്ളൂ. അല്ലാതെ ചുമ്മാ എന്നതിനും ഒന്ന് ഒപ്പിക്കാനുള്ള ഒരു കാര്യം അവർ ചെയ്യാൻ. നീഡ്സ് ടു ഫിനിഷ് വാട്ട് ഹി സ്റ്റാർട്ട്സ്. ഒന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ അന്ത്യം കണ്ടിട്ട് അവർ നിർത്തത്തുള്ളൂ. അല്ലാതെ ഹാഫ് ഹസാർഡ് ഇട്ടിട്ട് അവർ പോകത്തില്ല. ലൈക്സ് ചാർട്ട്സ്, ഗ്രാഫ്സ്, ഫിഗേഴ്സ് ആൻഡ് ലിസ്റ്റ്. അവർ ഈ ഇതില്ലാതെ, അതായത് ഈ PPT ഒന്നും ഇല്ലാതെ അവർ ക്ലാസ് എടുക്കാനേ പറ്റിയില്ല. അതുപോലെ എല്ലാത്തിൻ്റെ അകത്തും അവർ ഗ്രാഫ്സും അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സും ഫിഗേഴ്സും ലിസ്റ്റും എല്ലാം അവരുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടായിരിക്കും. അതില്ലാതെ അവർക്ക് അത് പറ്റത്തേ ഇല്ല. ഇതൊക്കെയാണ് സ്ട്രെങ്സ് ഓഫ് ദി മെലങ്കോളിക് പേഴ്സൻ്റെ. അതിൻ്റെ അകത്ത് അവർ കൂടുതലും പെസമിസ്റ്റിക് ആയിരിക്കും. തിങ്കറായിരിക്കും. ഇൻട്രോവേർട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്തർമുഖര്, എക്സ്ട്രോവേർട്ടർ എന്ന് പറഞ്ഞാൽ ബഹുമുഖമുള്ളവരാ ആയിരിക്കും. ഇതൊക്കെയാണ് അതിൻ്റെ അടുത്തത്. Makes friends cautiously, content to stay in background, avoid causing attention, faithful and devoted, will listen to complaints, can solve others' problem, deep concern for other people, moved to tears with compassion, seeks ideal mate. മേക്സ് ഫ്രണ്ട്ഷിപ്പ് വെരി കോഷ്യസ്ലി. അതായത് ഒരു സെലക്റ്റഡ് ഫ്രണ്ട്സ് ആയിരിക്കും. അല്ലാതെ ചുമ്മാ ഒരു കണ്ട ഉടനെ കയറി ഒരു കൂട്ടൊന്നും കൂടത്തില്ല. വളരെയധികം പഠിച്ചതിന് ശേഷം മാത്രമേ ഉള്ളൂ. കണ്ടന്റ് ടു സ്റ്റേ ഇൻ ബാക്ക്ഗ്രൗണ്ട്. അവർ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ പുറകിലുള്ള കാര്യങ്ങളൊക്കെ എല്ലാം മനസ്സിലാക്കിയിട്ട് അവർ ഒരു കാര്യങ്ങളും ചെയ്തു. അവോയ്ഡ് കോസിങ് അറ്റൻഷൻ. വേറുള്ളവരുടെ ഇത് ശ്രദ്ധ പിടിച്ചു പറ്റാനൊന്നുമല്ല, പറ്റത്തില്ല. ഫെയ്ത്ത്ഫുൾ ആൻഡ് ഡിവോട്ടഡ്. വളരെ ആത്മാർത്ഥയോടെ അവർ ചെയ്യത്തുള്ളൂ. വളരെ ഡിവോട്ടഡായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യത്തുള്ളൂ. വിൽ ലിസൺ ടു കംപ്ലയിൻസ്. ആര് പറഞ്ഞ എല്ലാ കംപ്ലയിൻസും അവർ ശ്രദ്ധിക്കും. എല്ലാവരുടെയും ആരെന്നാ ചെയ്യുന്നെല്ലാം അവർ അങ്ങേയറ്റം ശ്രദ്ധിക്കുകയും അതുകൊണ്ട് മുൻകൂട്ടി അതിനുള്ള ഇത് പ്രിക്കോഷൻസ് എടുക്കുകയും ചെയ്യും. ക്യാൻ സോൾവ് അതേഴ്സ് പ്രോബ്ലം. വേറുള്ളവർക്ക് ആ സമൂഹത്തിൽ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അവരത്
കംപ്ലീറ്റ് അത് പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ഡീപ്പ് കൺസേൺ ഫോർ അതേഴ്സ്. നമ്മുടെ കാര്യമല്ല, അവരുടെ കാര്യത്തിന് വേണ്ടി അവരെപ്പോഴും വളരെയധികം അവരെക്കുറിച്ച് ചിന്തിച്ചിരിക്കും. അവരുടെ കാര്യത്തിന് നമ്മളെ കാര്യം പോയാലും സാരമില്ല, അവരുടെ കാര്യം നേടുക തന്നെ ചെയ്യണമെന്നുള്ളൊരു മോട്ടീവായിരിക്കും അവരുടെ. മൂവ് ടു ടിയേഴ്സ് വിത്ത് കമ്പാഷൻ. അതായത് സ്നേഹം കൊണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ, അതായത് നമ്മൾ പറഞ്ഞിട്ടില്ല, ശ്രീകൃഷ്ണൻ കരഞ്ഞിട്ടുണ്ടോ, ചിന്താമനുണ്ടോ കരഞ്ഞിട്ടുണ്ടോ എന്ന് പറഞ്ഞോട്ട് സ്നേഹം കൊണ്ട് കരച്ചിൽ വരും. സീക്സ് ഐഡിയൽ മേറ്റ്. വളരെ ഐഡിയലിസ്റ്റിക് ആയിരിക്കും. ഇതൊക്കെയാണ് അവരുടെ മെലങ്കോളിക് പേഴ്സൻ്റെ സ്ട്രെങ്സ്. ഈ അടുത്ത വീക്ക്നെസ്സാണ്. മാഡം വായിക്കോ? സ്പീഡ് Remembers കൂടുതലുണ്ടോ? the മനസ്സിലാകുന്നുണ്ടോ എല്ലാവർക്കും? മനോജ് ഡോക്ടറെ മനസ്സിലാകുന്നുണ്ടോ? ഉണ്ട് സാർ, ഉണ്ട്. remembers the negatives, moody and depressed, enjoys being hurt, has false humility, off in another world, low self-image. വീക്ക്നെസ് ആണ്. റിമെമ്പേഴ്സ് ദി നെഗറ്റീവ്സ്. ഇപ്പം എന്തേലും ഒരു പോസിറ്റീവ് മാത്രമല്ല, നെഗറ്റീവും ചിന്തിച്ചിരിക്കും. പോസിറ്റീവ് ചിന്തിക്കുന്നുണ്ട് അവർ. പോസിറ്റീവ് ഉണ്ടെങ്കിലും നെഗറ്റീവ് കൂടെ വന്നാൽ എന്ത് ചെയ്യുമെന്ന് അവർ ചിന്തിച്ചിരിക്കും. മൂഡി ആൻഡ് ഡിപ്രസ്ഡ്. എപ്പോഴും ഒരു തരത്തിൽ പലതരത്തിലുള്ള മൂഡ് ചേഞ്ചസ് വരും. അതുപോലെ കൂടുതലും അവർക്ക് ഡിപ്രസ്ഡ് ആണ്, ഒരു വിഷാദഭാവമാണ് അവർക്ക്. എൻജോയ്സ് ബീങ് ഹർട്ട്. അവർക്കൊരു പേടിയുണ്ട്, അവരെ ഏതെങ്കിലും തരത്തിൽ ഹർട്ട് ചെയ്യുമോ എന്നുള്ളത് ബുദ്ധിമുട്ട്. അവർ ഹർട്ട് ചെയ്താൽ അവർക്കതൊരു സുഖമായിട്ടും തോന്നാം. ആ സ്പോർട്സ് ഹ്യൂമിലിറ്റി. പിന്നെ ഓഫ് ഇൻ അനദർ വേൾഡ്. അവരൊരു പ്രത്യേക ലോകത്താണ് അവർ ജീവിക്കുന്നത്. ലോ സെൽഫ് ഇമേജ്. അവരെക്കുറിച്ച് തന്നെ ഒരു സെൽഫ് ഇമേജ് ഇല്ല. നമ്മളെക്കുറിച്ച് തന്നെ ഒരു ഇമേജ് കുറവാണ്. അതായത് മൊത്തം അതായത് 4 തരത്തിലുള്ള ലൈഫ് പൊസിഷൻസ് ഉണ്ട് സൈക്കോളജിക്കകത്തുള്ളതാണ്. അതായത് TA സൈക്കോളജിക്കകത്തുള്ള ഐ എം ഓക്കെ, യു ആർ ഓക്കെ, ഐ എം നോട്ട് ഓക്കെ, യു ആർ നോട്ട് ഓക്കെ, യു ആർ ഓക്കെ, ഐ എം നോട്ട് ഓക്കെ. ഇങ്ങനെയുള്ളവർക്ക് യു ആർ ഓക്കെ, ഐ എം നോട്ട് ഓക്കെ എന്നുള്ളൊരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിറ്റി ആയിരിക്കും അവർക്ക് കൂടുതൽ. സൈക്കോളജിയൊക്കെ പഠിച്ചവർ ഇതിൻ്റെ അകത്ത് കാണും, അതുകൊണ്ടാണ് അത് പറഞ്ഞത്. അതിനെക്കുറിച്ച് എടുത്താൽ അത് വേറൊരു ക്ലാസ് ഞാൻ നേരത്തെ എടുത്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ലൈഫ് പൊസിഷൻസ്. വീക്ക്നെസ് ഓഫ് മെലങ്കോളി. Has selective hearing, self-centered, too introspective, guilt feelings, persecution complex, tends to hypochondria. ആ സെലക്റ്റീവ് ഹിയറിങ് എല്ലാം പറ്റും അവർക്ക് കേൾക്കുകയാണ്. ഇപ്പം ഒരു ഇതുണ്ടെങ്കിൽ വായിക്കുകയാണെങ്കിൽ തന്നെ അവർ സെലക്റ്റീവ് ആയിട്ടുള്ള ബുക്കുകളെ വായിക്കുള്ളൂ. അതുപോലെ അവർ ലിസൺ ചെയ്യുകയാണെങ്കിലും വേണ്ടിയത് മാത്രമേ ഉള്ളൂ. ചുമ്മാ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ അതിൻ്റെ അകത്തൊന്നും അത്ര ശ്രദ്ധിക്കുകയില്ല, വേണ്ടിയത് മാത്രം ഉൾക്കൊള്ളും. സെൽഫ് സെൻറ്റേർഡ്. അത് അതിൻ്റെ അകത്ത് നമുക്ക് വേണ്ടിയത് മാത്രം എടുത്ത്. ടു ഇൻട്രോസ്പെക്റ്റീവ്. അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെല്ലാം ഉണ്ടെന്നുള്ളത് ആലോചിച്ചിട്ട് അവർ തീരുമാനിക്കുള്ളൂ. ഗിൽറ്റ് ഫീലിങ്സ്. അവർക്കൊരു അപകർഷതാബോധം ചിലപ്പം വരാം. പെർസിക്യൂഷൻ കോംപ്ലക്സ് അതും വരാം. പെർസിക്യൂഷൻ തോന്നാം. ടെൻസ് ടു ഹൈപ്പോകോൺട്രിയ. അതായത് എപ്പോഴും പല തരത്തിലുള്ള രോഗങ്ങളുണ്ട് എന്നുള്ള ഒരു ഫീലിംഗ് അവർക്കുണ്ടാകാം. ഇതൊക്കെയാണ് അവരുടെ പ്രധാനപ്പെട്ടത്. Puts goals beyond reach, may discourage children, may be too meticulous, becomes മാർട്ടിയർ. അതിന്റെ മീനിങ് എനിക്കും അറിയാൻ മേല കേട്ടോ. ഞാൻ വേറെ ഇത് sucks over disagreement, puts guilt upon children. പുട്സ് ഗോൾസ് ബിയോണ്ട് റീച്ച്. അവർക്ക് ഒരു ഹൈ എസ്റ്റീമാണ് ഉള്ളത്. അവിടെ എപ്പോഴും ഗോൾ വളരെ ഹൈ ആയിട്ടേ വെക്കുള്ളൂ. അവർക്ക് എത്താൻ പറ്റുന്നതിൻ്റെ കൂടുതൽ നമ്മൾ പറയും. ഞങ്ങളുടെ ഒരു സാറ് പറയായിരുന്നു, പഠിക്കുമ്പോൾ ആകാശത്തോടും ചിന്തിക്കണം, എന്നാലേ മരത്തിൻ്റെ മുകളിലെങ്കിലും എത്തുള്ളൂ
മരത്തിന്റെ മുകളിൽ ഇട്ടാൽ അതിന്റെ താഴെ ചെല്ലുള്ളൂ, താഴെ ഇട്ടാൽ അടിവാരത്തെ ഓടൂ എന്ന് പറയും. എന്ന് പറഞ്ഞുകൊണ്ട് അവർ എപ്പോഴും ഗോഡ്സ് ഭയങ്കര ഹൈ ആയിട്ടായിരിക്കണം. മെയ് ഡിസ്കറേജ് ചിൽഡ്രൻ. അതുപോലെ he becomes മാർട്ടിനൊക്കെ രക്തസാക്ഷി സാറേ, രക്തസാക്ഷിയാവുക എന്ന് പറയില്ലേ, അതാണ്. അത് തന്നെ, രക്തസാക്ഷിയാവുക, അതാണ് മാരിറ്റയർ എന്ന് പറയുന്നത്. മരിക്കാനും തയ്യാറാണ്. അതെ സോറി, എനിക്ക് അപ്പിട്ട് കണ്ടില്ല. മാരിറ്റയർ എന്ന് പറഞ്ഞാൽ അതായത് നമ്മുടെ ഈ തീവ്രവാദികളില്ലേ, ഇപ്പൊ ചില പ്രത്യേക സെക്ഷനിലുള്ള മതമാണെങ്കിലും പൊളിറ്റിക്സ് ആണെങ്കിലും എല്ലാത്തിലും മാരിറ്റേഴ്സ് ഉണ്ടാവും. അപ്പം they are ready to sacrifice their life for that cause. That is the actual meaning of marriage. Okay, thank you very much for the compliments. Okay, thank you. പിള്ളേരെ ഒന്നും വലിയ എൻകറേജ്മെന്റ് ഒന്നും ചെയ്യത്തില്ല, കഴിയുന്നതും ഡിസ്കറേജ് ചെയ്യാനേ നോക്കുള്ളൂ. മേ ബി മെഡിക്കുലസ്, അതായത് വളരെ ഒരു കാര്യം ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് വളരെ കൃത്യമായിട്ടും അതിൻ്റെ അകത്ത് തന്നെ കറക്റ്റായിട്ടും ചെയ്തിരിക്കും. ഇപ്പം പറഞ്ഞത് ഡോക്ടർ ഹരിഹരൻ പറഞ്ഞല്ലോ, അതിനുവേണ്ടി സാക്രിഫൈസ് ചെയ്യാൻ വളരെ തയ്യാറാകുന്നത്. അത് റിലീജിയനിലാണേലും കൊള്ളാം, രാഷ്ട്രീയത്തിലാണേലും കൊള്ളാം, അങ്ങനെ എന്തിനാണേലും അതിൻ്റെ അകത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ തന്നെ. സക്സ് ഓവർ ഡിസഗ്രിമെൻസിനെ അവർ എപ്പോഴും അതിജീവിച്ചുകൊണ്ടിരിക്കും. പുട്സ് ഗിൽട്ട് അപ്പോൺ ചിൽഡ്രൻ, എപ്പോഴും കുട്ടികളെ ഒരു ഗിൽട്ടായിട്ട് കണ്ടുകൊണ്ടിരിക്കും. ഇതൊക്കെയാണ് ഇതിൻ്റെ വീക്ക്നെസ് ഓഫ് ദി മെലങ്കോളിയുടെ ക്യാരക്ടറിസ്റ്റിക്. Not people oriented, depressed over imperfections, chooses difficult work, hesitant to start projects, spends too much time planning, prefers analysis to work, self-depreciating, hard to please, standards often too high, deep need for approval. നോട്ട് പീപ്പിൾ ഓറിയന്റഡ്, വേറുള്ളവരുടെ സൗകര്യമൊന്നുമല്ല, അവനവൻ്റെ സൗകര്യം കൂടുതൽ നോക്കണം. ഡിപ്രസ്ഡ് ഓവർ ഇംപെർഫെക്ഷൻ, ഇപ്പം പെർഫെക്റ്റ് അല്ലെങ്കിൽ വളരെ അസ്വസ്ഥമായിരിക്കും. ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചിട്ട് അതിൻ്റെ പെർഫെക്ഷൻ ആയില്ലെങ്കിൽ അതിനെ വളരെയധികം നമുക്ക് അതിനെക്കുറിച്ചൊരു ഭയങ്കര നൈരാശ്യം തോന്നും, ഒരു വിഷാദ ഭാവം തോന്നും. ചൂസസ് ഡിഫിക്കൽട്ട് വർക്ക്, ചെയ്യാൻ പറ്റുന്നതിൽ കൂടുതൽ കാര്യങ്ങൾ അവർ ചെയ്യാൻ ശ്രമിക്കും. ഏറ്റവും കൂടുതൽ അങ്ങേയറ്റത്തെ ടാസ്ക് അവരെടുക്കും. പക്ഷേ അത് ചിലപ്പം സാധിച്ചില്ലെങ്കിലും അവർ അത് എടുത്തിരിക്കും. റെസിസ്റ്റന്റ് ടു സ്റ്റാർട്ട് പ്രൊജക്റ്റ്, പക്ഷേ ഒരു ആരംഭം ബുദ്ധിമുട്ടേ ഉള്ളൂ. ആരംഭിച്ചു കഴിഞ്ഞാൽ അവരതെല്ലാം ചെയ്യും. സ്പെൻസ് ടു മച്ച് ടൈം പ്ലാനിങ്, പക്ഷേ ഒരുപാട് സമയം പ്ലാനിങ്ങിനായിട്ട് എടുക്കും. ഒത്തിരി ആലോചിച്ചതിന് ശേഷം ഇത് ചെയ്താൽ എങ്ങനെ വരും, ഇങ്ങനെ ചെയ്താൽ എങ്ങനെ വരും, അങ്ങനെയൊക്കെ പല പ്ലാനുകൾ ചെയ്തിട്ട് അവർ ഒരു ഡിസിഷനിൽ എത്തത്തുള്ളൂ. പ്രിപ്പർ അനാലിസിസ് ടു വർക്ക്, ഓരോ വർക്ക് ചെയ്യുമ്പോഴും അതിന് ഒരു പ്രൊജക്റ്റ് കാണും, അതിനൊരു ബഡ്ജറ്റ് കാണും, അങ്ങനെ എല്ലാം ആലോചിച്ചിട്ടേ ചെയ്യുള്ളൂ. സെൽഫ് ഡിപ്രീഷിയേറ്റിംഗ്, ഹാർഡ് ടു പ്ലീസ്, അവർ പ്ലീസ് ചെയ്യാൻ, അവരെ സംതൃപ്തിപ്പെടുത്താൻ വളരെ ബുദ്ധിമുട്ടാണ്. സ്റ്റാൻഡേർഡ്സ് ഓഫൺ ഹൈ, വളരെയധികം ഹൈ സ്റ്റാൻഡേർഡ് അവർ വെക്കുന്ന, പക്ഷേ അപ്പുറം ചിലപ്പോൾ എത്തിയെന്നിരിക്കാം. ഡീപ്പ് നീഡ് ഫോർ അപ്രൂവൽ, വേറുള്ളവരുടെ അംഗീകാരത്തിനായിട്ട് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കും. സാറ് ജസ്റ്റ് ഈ ഹരിഹരൻ സാർ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡോക്ടറെ പറഞ്ഞോ, ഡോക്ടർക്ക് എന്നെക്കാട്ടി ഈ കാര്യങ്ങളൊക്കെ അല്ല, ഓരോന്നും വിവരിച്ച് പറയണോന്നാണ് സാറ് പറഞ്ഞത്. പക്ഷെ വിവരിച്ച് ഓരോന്നും ഒന്ന് ചെറുതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടല്ലോ സാറ്. ഡോക്ടർ ഹരിഹരൻ സാർ ഒന്ന് പറഞ്ഞേ, എന്നാ കൈവൊക്കെ ഞാൻ പറഞ്ഞു എന്താ അറിയാമോ, മോഡറേറ്റർ സ്പീഡിൽ വായിച്ചു പോകുന്നു. അങ്ങനെ വായിച്ചു പോയാല് ഞങ്ങളെ പോലുള്ളവർക്ക് അതല്ല, ഞാൻ സ്പീഡിൽ വായിച്ചാലും സാറൊന്നും ഒന്നുകൂടെ വായിക്കുന്നുണ്ടല്ലോ, വായിച്ച് പോരാ. കഴിഞ്ഞതിന്റെ തന്നെ ആദ്യം ഉള്ളതൊന്നും അത്ര ഞങ്ങൾക്ക് ക്ലിയർ ആയിട്ടില്ല. ഒരു കാര്യം ചെയ്യും മാഡം, സ്ലോയിൽ പോയാൽ മതി, നമുക്ക് പതിയെ സ്ലോയിൽ പോണം. സ്ലോയിൽ പോയാലേ അത്
വളരെ സന്തോഷം. അങ്ങനെ വേണം അല്ലേ? പറയാൻ. അങ്ങനെ വേണം പോകാനായിട്ട്. ആ, അതെ. മോഡറേറ്റർ ഒരെണ്ണം വായിച്ചാൽ അതിനെപ്പറ്റി ഡോക്ടർ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത മോഡറേറ്റർ വായിക്കണം. അത് ആയിക്കോട്ടെ. സമയം എടുത്തോട്ടെ. എന്താ വെച്ചാൽ ഇതിന്റെ കണ്ടന്റ്സ് വളരെ അർത്ഥവത്താണ് ഈ ഡോക്ടർ പറയുന്നത്. വളരെ അർത്ഥവത്താണ് ഇത് മനസ്സിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ലീവ്സ് ത്രൂ അതേഴ്സ്. അപ്പൊ അതിലെന്താണ് ഡോക്ടർ ഉദ്ദേശിക്കുന്നത്, അതിന് ചിലപ്പം വേണമെങ്കിൽ എക്സാമ്പിള് പറഞ്ഞിട്ട് അടുത്തതിലേക്ക് കടക്കാവുള്ളൂ. അപ്പൊ അങ്ങനെ വന്നെങ്കിൽ മാത്രമേ ഇതുകൊണ്ട് പ്രയോജനമുള്ളൂ. ശരി. വായിച്ച് പോയേണ്ട പ്രയോജനം. ശരി ഡോക്ടർ ഹരിഹരൻ. താങ്ക് യു വെരി മച്ച് ഫോർ യുവർ ഗൈഡൻസ്. ഓക്കെ. ഇതിപ്പോ പുതിയ പേജാണ് അല്ലേ? അപ്പൊ സാറ് ഫസ്റ്റ് ലൈൻ വായിക്കുക. ഒരെണ്ണേ വായിക്കാവുള്ളൂ. ഒരെണ്ണമേ വായിക്കാവുള്ളൂ. ഓക്കെ. ഒരെണ്ണം വായിച്ചു കഴിഞ്ഞാൽ അത് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്തതിലേക്ക് പോകണം. ഓക്കെ. ലൈവ്സ് ത്രൂ അതേഴ്സ് എന്താണ്? വേറുള്ളവരുടെ കൂടെ ജീവിക്കാന്ന് പറയും. അതായത് നമുക്ക് പറ്റിയില്ലെങ്കിലും വേറുള്ളവരിൽ കൂടെ നമ്മൾ ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ചെയ്യുക. അതിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഇത് പറയാത്തത് എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചിലപ്പം നമ്മുടെ ചിലതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം നമ്മൾ ഈ എക്സാമ്പിൾ ഇതിൻ്റെ അകത്ത് ഇരിക്കുന്നവർ തന്നെ കാണും. എന്നാലും അവർ വിചാരിക്കും അവരെ പറഞ്ഞെന്ന് തോന്നും. അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ അതിന് എക്സാമ്പിൾ പറയാത്തത്. അല്ല, ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ പലരും നമ്മുടെ കൂട്ടത്തിൽ തന്നെ കാണും ഇതിനൊക്കെ എക്സാമ്പിളായിട്ട്. അടുത്തത് ഇങ്ങനെ പോയാൽ മതിയോ ഡോക്ടറെ? അത് അങ്ങനെ ആയിക്കോട്ടെ. നമ്മളെ ഇത് നമ്മുടെ സമൂഹത്തിൽ ഉള്ള പല ആൾക്കാരെ കുറിച്ചാണ് ഡോക്ടർ പറയുന്നത്. ഇത് പറയുമ്പോ ഈ മെലൻകോളിക് ആയിട്ടുള്ള ഒത്തിരി പേര് നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഡോക്ടറെ ഡിസ്ക്രൈബ് ചെയ്യുമ്പോ നമുക്ക് തന്നെ തോന്നും, ഓ ഈ വ്യക്തി ഇങ്ങനാണല്ലോ, ഈ വ്യക്തി ഇങ്ങനാണല്ലോ. അത് കുഴപ്പമില്ല ഹരിഹരൻ സാറേ. കാരണം നമ്മളെ ചുറ്റുവട്ടത്തുള്ള പലരും ഈ ടെമ്പറമെന്റ് ആണ് എന്നുള്ള നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ, നമ്മളെ കൂടെ ഉള്ളവരായാലും. അല്ലെങ്കിൽ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ടെമ്പറമെന്റുകാര്. ഓക്കെ. അടുത്തത് ഇൻസെക്യൂർ സോഷ്യലി. അവർക്ക് ഒരു സമൂഹത്തിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് ആകപ്പാടെ ഒരു പരിഭ്രമ, ഒരു കോൺഫിഡൻസ് ഇല്ല. ഇത് ഞാൻ സക്സസ് ആകുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളൊരു ഭയങ്കരമായിട്ടുള്ള ഒരു ഇൻസെക്യൂരിറ്റിയാണ്. അവിടെ തിന്നു കഴിഞ്ഞാൽ നമുക്ക് വേഗം വീട്ടിൽ പോകാം. അതായത് ഹോം സിക്നെസ്സിലൊക്കെ പെടുന്നവരതിൽ പെടുന്നതാണ്. അത് ചില പിള്ളേരുണ്ട്, അതുപോലെ തന്നെ വലിയവരുണ്ട്. നമുക്ക് സമൂഹത്തിനൊന്നും കൂടുതൽ പോകണ്ട, നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്നാൽ മതി എന്നുള്ള ഒരു ചിന്താഗതിക്കാരാണ്. മതിയോ ഡോക്ടറെ? മതി. ഇനി അടുത്ത സെന്റൻസ് വായി. Withdrawn and remote. അതായത് നമ്മൾ പറയണ്ടേ, വീട്ടിൽ ഇരുന്ന് കൊണാര അടിക്കുക എന്നൊക്കെ പറയല്ലേ ചിലര്. അത് വീട്ടിൽ ഇരുന്ന് അഭിപ്രായം പറയും, പക്ഷെ പ്രവർത്തിക്കുകയല്ല. വേറുള്ളവരോട് പറയും ഇങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യുമെന്നൊക്കെ പറയും. അവര് ചെയ്യല. ഇരുന്നോണ്ടും ഇത് അടിക്കും, പ്ലാൻ പറയും, പക്ഷെ അവരൊന്നും ചെയ്യത്തില്ല. അതായത് ഒരു സമൂഹത്തിൽ ഒരു കാര്യം നടത്തുകയാണെങ്കിൽ, ഒരു പ്രോഗ്രാം നടത്തുകയാണെങ്കിൽ അത് തെറ്റായിപ്പോയി, ഇത് തെറ്റായിപ്പോയി, പക്ഷേ ഞാനായിരുന്നേ അത് ഇങ്ങനെ ചെയ്തേനെ, നിങ്ങളായതുകൊണ്ട് അത് ശരിയായില്ല എന്നൊക്കെ എങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ വീട്ടിലിരുന്നോണ്ടും കൺട്രോൾ ചെയ്യും. അത് ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറയും, പക്ഷേ അവർ ചെയ്യത്തില്ല, വേറൊരാളോട് പറഞ്ഞ് ചെയ്യിക്കും. അതാണ് അത്. പിന്നെ അടുത്തത് ക്രിട്ടിക്കൽ ഓഫ് അതേഴ്സ്. വേറുള്ളവരെ അങ്ങേയറ്റത്തെ വാച്ച് ചെയ്തിട്ട് അവർ ശരിയാണോ തെറ്റാണോ ചെയ്യുന്നതെന്നൊക്കെ വളരെ ക്രിട്ടിക്കലായിട്ട് അവരെ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് അവരുടെ ഇങ്ങനെയുള്ളവരുടെ പ്രധാനപ്പെട്ട ഒരു തൊഴിൽ. അതാണ് നെക്സ്റ്റ്. ഹോൾഡ്സ് ബാക്ക് അഫക്ഷൻസ്. അതായത് ചിലരെ അങ്ങ് സ്നേഹിച്ചാൽ അവരങ്ങ് അങ്ങേയറ്റം സ്നേഹിക്കും, അല്ലെങ്കിൽ അവർ സ്നേഹിക്കത്തുമില്ല. കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുന്ന മാതിരി വെളിയിലോട്ടൊന്നും ഒന്നിനും വിടത്തില്ല. അങ്ങോട്ട് പോകണ്ട ഇങ്ങോട്ട് പോകണ്ടെന്ന് പറയും. അത് കൂടുതൽ സ്നേഹം കൊണ്ടാണ്. അങ്ങോട്ട് പോകണ്ട ഇങ്ങോട്ട് പോകണ്ട, വളരെ എന്നാ പറയുന്നത്, ഒരു അതോറിറ്റേറ്റീവായിട്ട് അവർ വേറുള്ള വീട്ടുകാരെയും സ്നേഹിതരെയും ഒക്കെ പിടിച്ചു നിർത്തും. അത് ചെയ്യണ്ട ഇത് ചെയ്യണ്ട. നമ്മൾ ഒരിത് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരഭിപ്രായം ചോദിച്ചാൽ അവർ പറയും അത് വേണ്ടാന്ന് പറയും. അങ്ങനെയൊക്കെയുള്ള പരിപാടിയാണ് ഹോൾഡ്സ് ബാക്ക്. സ്നേഹം കൊണ്ടാണെങ്കിൽ പോലും അങ്ങനെ ചെയ്ത് കളയും. നെക്സ്റ്റ്. ഡിസ്ലൈക്സ് ദോസ് ഇൻ ഒപ്പോസിഷൻ. ആരെങ്കിലും എതിര് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടുകയില്ല. അവന് എവിടെ വെച്ചാലും ഒരു ചാൻസ് കിട്ടിയാൽ അവന് എന്നെ ഒരു പാഠം പഠിപ്പിക്കാൻ നോക്കും. ഏതെങ്കിലും ഒരു തരം കിട്ടിയാൽ
ക്രിറ്റിസൈസ് ചെയ്യുന്നതോ ഇപ്പം തന്നെ ഇപ്പം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഡോക്ടർ ഹരിഹരൻ ഡോക്ടർ പറഞ്ഞു ഇന്ന കുട്ടി പോകണമെന്ന്, എനിക്കത് പിടിക്കുകയില്ല. ഇങ്ങനെയുള്ളവരാണെങ്കിൽ അത് പിടിക്കുകയില്ല. ആ പറഞ്ഞത് എനിക്ക് പിടിക്കാതിരിക്കും. അതാണ് അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട കാര്യം അവിടെ. ഡോക്ടറെ ഇങ്ങനെയൊക്കെ മതിയോ? വെരി ഗുഡ്, വെരി ഗുഡ്. അങ്ങനെ മതി, അങ്ങനെ മതി. താങ്ക് യു വെരി മച്ച് ഫോർ. ഞാൻ വിചാരിച്ചു ഇത് എല്ലാവർക്കും മനസ്സിലാകുന്നു, പിന്നെ ഇതിൻ്റെ അകത്ത് ഇപ്പം മനസ്സിലായി എല്ലാവർക്കും. രണ്ട് തരത്തിലേ ഉള്ള ആൾക്കാർ മിണ്ടാതിരിക്കുന്നു. ഒന്നെല്ലാം മനസ്സിലായവരും മിണ്ടാത്തില്ല, ഒന്നും മനസ്സിലായില്ലെങ്കിലും മിണ്ടില്ല. അങ്ങനെ രണ്ട് തരത്തിലുള്ള ആൾക്കാർ. അത് അതിപ്പോ എല്ലാവർക്കും പറയാൻ പറ്റൂല സാറേ. ഇപ്പൊ ഹരിഹരൻ സാറിനെ അൺമ്യൂട്ട് ചെയ്ത് കൊടുത്തോണ്ടാണ്. മറ്റേ എല്ലാവർക്കും ഒന്ന് സംസാരിക്കാൻ ഇപ്പൊ നമുക്ക് അൺമ്യൂട്ട് ചെയ്തിട്ടില്ലല്ലോ. ക്രിട്ടിക്കൽ ആയതുകൊണ്ടാ. ഓക്കെ, അത് കാരണം പിന്നെ അത് ഈ പോർഷൻ ഒട്ടും മുമ്പോട്ട് പോകത്തില്ല. പിന്നെ ഹരിഹരൻ സാർ അടുത്തൊരു ക്ലാസ്സിൽ എടുക്കാം. അല്ല, ഇത് തുടങ്ങിയപ്പോഴേ പറയണ്ടല്ലായിരുന്നു, കുറച്ചൊക്കെ പോയില്ലേ. കൈവക്കിയാ മതിയായിരുന്നു ആദ്യമേ. എന്നെ മ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കല്ലേ. എനിക്ക് വാസ്തവത്തിൽ സങ്കടം തോന്നി. ഒരു ഉഗ്രം ക്ലാസ് ആയത്. ഇതൊരു ഉഗ്രം ക്ലാസ് അല്ല, ഇപ്പൊ കൈവക്കിയവരെ ആദ്യമേ കൈവക്കിയാ മതിയായിരുന്നു. അല്ല, എപ്പോഴും ഇങ്ങനെ ഡിസ്കഷൻ ചെയ്യുന്ന ക്ലാസ്സാണ് മോർ എനർജറ്റിക് ആൻഡ് ലൈവ്ലി. അല്ല ചുമ്മാ ക്ലാസ് റൂം ക്ലാസ് എന്ന് പറയുന്ന ഒരു സുഖമുള്ള പരിപാടിയല്ല. എനിക്ക് ഇത് തന്നെ ഇഷ്ടം. ഇങ്ങനെ ചോദിക്കും പറഞ്ഞും ചർച്ച ചെയ്തും പോകുന്നതാണ്. നമ്മളുടെ മാത്രമല്ല, നമ്മൾ അറിവ് പകരി തന്നെയല്ല, നമ്മൾ പഠിക്കാനൂടാ. അല്ലാതെ പലതും എനിക്കറിയാൻ മേലാത്ത പലരും ഇതിൻ്റെ കൂട്ടത്തിൽ ഇരിക്കുന്നവർക്ക് അറിയാതിരിക്കും. എന്നാൽ അവരോട് ഷെയർ ചെയ്യുമ്പോൾ നമ്മൾക്കത് പൂർത്തിയാകും. ഓക്കെ, അടുത്തതായി. സസ്പീഷ്യസ് ഓഫ് പീപ്പിൾ. അതായത് നമുക്ക് സംശയം. ഇപ്പം എനിക്ക് വേണേ തോന്നാം ഞാനൊരു മെലങ്കോളിക് വീക്ക്നെസ് ഉള്ള ആളാണ്. ഡോക്ടർ ഹരിഹരൻ എന്നെ താറടിക്കാൻ വേണ്ടി മാത്രം ഇത് പറഞ്ഞാണെന്ന് എനിക്ക് തോന്നാം. ഒരു ഉദാഹരണം പറയുന്നതാണേ. ഡോണ്ട് ഫീൽ ബാഡ്. ആയിക്കോട്ടെ. എനിക്കെന്നാലും തോന്നാം ഇത് എന്നെ മനഃപൂർവ്വം ടാർഗറ്റ് ചെയ്യുകയാണ്, അതിന് പറഞ്ഞതാ, ഇത് ഉഴപ്പാൻ വേണ്ടിയാണ് എന്ന് എനിക്കങ്ങനെ തോന്നാം. അതൊരു സംശയമാണ് കേട്ടോ. പിന്നെ ആന്റാഗോണിസ്റ്റിക് ആൻഡ് വെഞ്ച്ഫുൾ. ഒരു വെഞ്ച്ഫുള്ളായിട്ട് എടുക്കും ഇത്. എപ്പോഴേലും എനിക്ക് ഇനി അദ്ദേഹം എന്തെങ്കിലും പറയുമ്പം എനിക്ക് തോന്നും ഡോക്ടർ ഹരിഹരൻ പറഞ്ഞാൽ എനിക്കത് ഉഴപ്പണമെന്ന് തോന്നും. എന്നാലും ഞാൻ പുള്ളി എന്തെങ്കിലും പറഞ്ഞാൽ അവിടെ കയറി ഞാൻ തടസ്സം പറയും. ഒരു റിവെഞ്ചായിട്ടല്ലേ, ഒരു വെഞ്ച്ഫുള്ളായിട്ട് അന്നേരം ഞാനത് കണക്കിലെടുത്തിട്ട് ഞാൻ പതിയെ അത് മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നിട്ട് പിന്നീട് ഒരു സമയം വരുമ്പോൾ എനിക്കൊരു ചാൻസ് കിട്ടുമ്പോൾ ഞാനത് പ്രയോഗിക്കും. പിന്നെ അൺഫോർഗീവിങ്. ഒരിക്കലും അതിൽ നിന്നൊരു വിട്ടുവീഴ്ചല്ല. പോട്ടെ എന്നുള്ളൊരു തോന്നലില്ല. എപ്പോഴേലും കിട്ടുന്ന സാഹചര്യത്തിൽ കിട്ടുന്നിടത്ത് വെച്ച് താങ്ങും. അതാണ്. ഒരിക്കലും ഒരു ഫോർഗീവ്നെസ്സോ ഒരു ക്ഷമാപണോ ഒന്നും അതിൻ്റെ അകത്തില്ല. നെക്സ്റ്റ്. ഫുൾ ഓഫ് കോൺട്രഡിക്ഷൻസ്. എല്ലാത്തിനും നമ്മുടെ ഇഗ്നേഷ്യ വാലിയ എല്ലാത്തിൻ്റെ അകത്തും കോൺട്രഡിക്ഷനേ ഉള്ളൂ. നേരെ എതിരായിരിക്കും. എന്ത് പറഞ്ഞാലും കോൺട്രഡിക്ടറി ആയിട്ടേ പറയത്തുള്ളൂ ആള്. എന്ത് പറഞ്ഞാലും ഇപ്പം ഒരു സമൂഹത്തിൽ ചെന്ന് കഴിഞ്ഞ് എന്തെങ്കിലും നമ്മളൊരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു എതിരെ പറയുള്ളൂ. അപ്പം സമൂഹത്തിൽ നമുക്ക് ഇങ്ങനെയുള്ളവർ സ്ഥിരം കാണാം. ഒരു മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അയാൾക്ക് ഒരു ഷൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് ഒന്ന് ഓപ്പോസിറ്റ് ചെയ്യും. അതായത് ഞാനൊരിക്കൽ ഡോക്ടർ ബിറോൾക്കാസിൻ്റെ ഒരു സെമിനാറിന് ബോംബെ പോയി. അവിടെ ചെന്നപ്പോൾ ഒരു സ്വാമി, ഹോമിയോപ്പതി അറിയാവുന്ന ഒരു സ്വാമിയാണ്. സ്വാമി കയറി എപ്പോഴും പറയുക, കോൺട്രഡിക്ടറി ആയിട്ടുള്ള ഓരോ ഇത് പറയുക, അത് ശരിയില്ല ഇത് ശരിയാണ്. കുറച്ച് സമയമായപ്പോൾ ഡോക്ടർ ബിറോൾക്കാസ് മടുത്തു. പുള്ളി പറഞ്ഞു, എഴുന്നേറ്റ് വിളിച്ചു, പുള്ളിയോട് സ്റ്റേജ് വിളിച്ചിട്ട് പറഞ്ഞു, തേണ്ട മൈക്ക് നിങ്ങൾ ഇനി ഞാൻ നിങ്ങളുടെ സ്ഥാനത്ത് പോയിരിക്കാം, നിങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ ഇങ്ങോട്ട് വരാം, നിങ്ങൾ ഇനി ബാക്കി ക്ലാസ് എടുത്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് ചിലരുണ്ട്. വേണേലും വേണ്ടേലും ഓരോടൊപ്പം വേണ്ടി. വേറൊരു പ്രാവശ്യം ഞാൻ ചങ്ങനാശ്ശേരി ക്ലാസ് എടുത്തപ്പം എൻ്റെ സീനിയറായിട്ട് പഠിപ്പിച്ച ഒരു ഡോക്ടറുണ്ട്. പുള്ളി വന്നിട്ട് ഓണസ്റ്റ് ക്വസ്റ്റ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക. ഓണസ്റ്റ് നമുക്ക് അറിയാൻ വേണ്ടിയല്ല, അറിയാവോ എന്നറിയാൻ വേണ്ടി ചോദിക്കുന്ന ചോദ്യങ്ങളുമുണ്ട്. അങ്ങനെയുള്ളവരുണ്ട് ചിലപ്പം. ഞാനെല്ലാം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, പുള്ളിയുടെ പേര് വിളിച്ചിട്ട് പറഞ്ഞു, എനിക്കറിയാമായിരുന്നു പുള്ളിയുടെ പേര്. ഞാൻ പറഞ്ഞു, ഡോക്ടർ
നമ്മൾ തമ്മിൽ അറിയാവുന്ന. ഞാൻ ഈ ക്ലാസ് കഴിഞ്ഞിട്ട് ഡോക്ടർക്ക് പ്രത്യേകം ഞാൻ സമയം തരാം, നമുക്ക് തമ്മിൽ സംസാരിക്കാം, ഞാനത് മനസ്സിലാക്കി തരാമെന്ന് പറഞ്ഞു. അതുപോലെ തൃശ്ശൂർ പോയപ്പോൾ ഒരു പ്രാവശ്യം എൻ്റെ ക്ലാസ്മേറ്റ് തന്നെയാണ് ഒരു ഡോക്ടർ എന്നെ അടുത്തെന്നറിയാമോ, പുള്ളി ഞാൻ മെൻ്റൽ ഡിസീസിനെ കുറിച്ചാണ് ക്ലാസ് എടുക്കുന്നത്, ഒത്തിരി വർഷമായി. അപ്പോൾ അന്നേരം പുള്ളി ഞാൻ 210 തൊട്ട് 230 വരെയുള്ള അരച്ച് കിടക്കി കുടിച്ചാച്ചാണ് പോകുന്നത്. കാരണം എൻ്റെ കൂടെ പഠിച്ചവരും അതിനെക്കാട്ടി അറിവുള്ളവരും അവിടെ ഉണ്ടെന്ന് വിചാരിച്ചുകൊണ്ടാണ് പോയിരിക്കുന്നത്. അവിടെ ചെന്നപ്പോൾ പുള്ളി പറയാം, അത് ശരിയല്ല, അത് ഇന്നടത്ത് പറഞ്ഞിരിക്കുന്നത് ശരിയാണ്, ഹനുമാൻ്റെ കാലത്തെയാണ്. ഞാൻ പറഞ്ഞു, മിസ്റ്റർ സ്വാൻസോ, ഡോക്ടറെ ഒരു കാര്യം ചെയ്യും, ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇപ്പോൾ വേറുള്ളവരുടെ സമയം വെറുതെ കളയരുത്, അതുകൊണ്ട് നിങ്ങൾ അവിടെ ഇരിക്കണം, നമുക്ക് ഇത് കഴിഞ്ഞിട്ട് മനസ്സിലായില്ലെങ്കിൽ പറഞ്ഞു തരാം എന്ന് പറഞ്ഞു. ഇങ്ങനെ സമൂഹത്തിൽ ഒരുപാട് പേരുണ്ട് ഈ മെലങ്കോളിക് ആയിട്ടുള്ള. അവർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കോൺട്രഡിക്ഷൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും, എതിർപ്പുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഓരോരോ പ്രത്യേക തരത്തിലുള്ള പെരുമാറ്റങ്ങൾ നമുക്ക് കാണാം. പക്ഷേ അന്നേരം നമുക്ക് അത് നമ്മൾ ഈ ഫാക്കൽറ്റി ആയിട്ട്, അതായത് ട്രെയിനറായിട്ട് സെലക്ട് ചെയ്യുമ്പോൾ അവരെ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് നമുക്ക് ശരിക്കറിയാം. എങ്കിലും കഴിയുന്നതും നമ്മളത് കോംപ്രമൈസ് ചെയ്യാൻ ശ്രമിക്കും. നെക്സ്റ്റ് സ്കെപ്റ്റിക്കൽ ഓഫ് കോംപ്ലിമെന്റ്സ്. ഇപ്പം തന്നെ നമുക്ക് വേണമെങ്കിൽ അത് പോസിറ്റീവായിട്ടും എടുക്കാം, നെഗറ്റീവായിട്ടും എടുക്കാം. വേണമെങ്കിൽ പറയാം, തൽക്കാലം താൻ അവിടെ ഇരിക്കൂ, പിന്നെ നമുക്ക് പിന്നെ നോക്കാം. പക്ഷേ അന്നേരം ഇരുന്നേ പറ്റുള്ളൂ. ഞാൻ ഒരു ക്ലാസ് ഒരിക്കൽ എടുത്തപ്പം ഇതിൽ ഉള്ള ഒരാൾ, അതായത് ഹോമിയോപ്പതിയെക്കുറിച്ചാണ് ക്ലാസ്, അത് എടുത്തപ്പം ഒരാളത് ഉഴപ്പാൻ തന്നെ ആദ്യം തന്നെ ചാടി എഴുന്നേറ്റു. ഞാൻ പറഞ്ഞു, സാർ അവസാനം 15 മിനിറ്റ് ഡിസ്കഷൻ ഉണ്ട്, അന്നേരം സാറിൻ്റെ ചോദ്യം ഞാൻ അറ്റൻഡ് ചെയ്യാം, ഇപ്പം തൽക്കാലം അവിടെ ഇരിക്കാൻ പറഞ്ഞു. ഇരുത്തി. അന്നേരം എന്നോട് അതിൻ്റെ സംഘാടകൻ ചോദിച്ചു, സാറെ ചോദ്യം ചോദിച്ചിട്ട് എന്താ സാറ് അത് ഡിസ്റ്റർബ്? ഞാൻ പറഞ്ഞു, അയാൾ പർപ്പസ്ഫുള്ളി ഹോമിയോപ്പതിയെ താറടിക്കാനാണ് എന്ന് എനിക്കറിയാവുന്നത് കൊണ്ടും എൻ്റെ ക്ലാസ് ഉഴപ്പാമെന്നാണെന്നും അറിയാവുന്നത് കൊണ്ടുമാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ ചില സാഹചര്യങ്ങൾ നമ്മൾ കാണും, അതൊക്കെ നമ്മൾ ഓവർകം ചെയ്തേ പറ്റുള്ളൂ. ഇങ്ങനെയൊക്കെയുള്ള ടെൻഡൻസീസ് ഒക്കെ നമ്മുടെ സമൂഹത്തിൽ ഓരോരുത്തരുടെ കയ്യിലിരിപ്പ് അങ്ങനെയുണ്ട്. ചിലർ കണ്ടാൽ ഉടനെ പറയും, ഇപ്പം ഇതിൽ തന്നെ ചിലർ പറയും, ഡോക്ടർ കുറുപ്പ് അത് പറഞ്ഞു ഇത് പറഞ്ഞു, ഹോമിയോപ്പതി മരുന്നില്ല എന്ന് പറയുന്നവർ ഒരുപാട് പേരുണ്ട്. ഇത് കേട്ടോണ്ടിരിക്കുന്നതിനും ചിലരെയും കാണുമായിരിക്കും. എന്നാലും നമുക്കറിയാം, നമ്മൾ ചികിത്സിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സത്യമാണ് പറയുന്നത്, കറക്റ്റാണ്, സത്യം പറയത്തുള്ളൂ എന്ന് നമുക്കറിയാം. പക്ഷെ വേറുള്ളവർ പറയും ഹോമിയോപ്പതി എന്നാ പ്ലാസിമോപ്പതിയാ, അല്ലെങ്കിൽ അതാ ഇതാണെന്നൊക്കെ പറയും. അതിനൊന്നും സയൻറ്റിഫിക് ബേസിക് ഇല്ല, സൂഡോ സയൻസ് ആണെന്നൊക്കെ പറയും. പക്ഷേ അവർക്ക് അതിനെക്കുറിച്ച് അറിവില്ലാതെ പറയുന്നതാണ്. പക്ഷേ നമ്മളത് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെയുള്ളപ്പം 2 മെത്തേഡുണ്ട്. ഒന്ന്, അവരെ നമുക്ക് അടിച്ചിരുത്തി ഇപ്പം ഇരിക്കെ, അത് കഴിഞ്ഞിട്ട് പറയാം, ലാസ്റ്റ് നിങ്ങൾക്ക് സംസാരിക്കാമെന്ന് പറയാം. അതല്ലെങ്കിൽ അവരോട് കോംപ്ലിമെൻ്റ്, നിങ്ങളെന്നാ പറ എന്ന് പറഞ്ഞാൽ അങ്ങനെ 2 തരത്തിൽ നമുക്കത് കൈകാര്യം ചെയ്യാം. ഓക്കെ. സ്ട്രെങ്ത് ഓഫ് പ്ലഗ്മാറ്റിക്. ഇനി പ്ലഗ്മാറ്റിക്കിനെ കുറിച്ചാണ് പറയുന്നത്. സ്ട്രെങ്ത് ഓഫ് പ്ലഗ്മാറ്റിക്. മെലങ്കോളി ടെമ്പറമെന്റ് കഴിഞ്ഞു അല്ലേ? കഴിഞ്ഞു. ഒത്തിരി ഉണ്ട്. അത് നമ്മൾ ഈസി ആയിട്ട് സാറിന് പറഞ്ഞു പോകും. ഇത്രയും കാര്യങ്ങൾ ആ ഒരു ടെമ്പറമെന്റിൽ തന്നെ ഉണ്ട്. അതുകൊണ്ടാ സമയം എടുത്തോട്ടെ. വെരി സോറി, ഞാൻ ഇന്ററപ്റ്റ് ചെയ്യുന്നതിൽ ക്ഷമിക്കണം. അല്ല, ഒരിക്കലും ക്ഷമിക്കേണ്ട കാര്യമില്ല. ക്ഷമിക്കണം. അത് തീർന്നത്രയും തീർന്നാ മതി. ഇതിലെ ഓരോ പോയിന്റും അതെ അതെ, എന്നാലേ മനസ്സിലാവുള്ളൂ. ധൃതി വെച്ച് പോയാല് ശരിയാകുകയില്ല, ഒരു കാര്യമില്ല. അതായത് ഇപ്പൊ സ്കെപ്റ്റിക്കൽ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളവരെ ബോധ്യപ്പെടുത്താൻ പ്രയാസമാണ്. ദാറ്റ് ഈസ് സ്കെപ്റ്റിക്കൽ, വെരി ഡിഫിക്കൽട്ട് ടു കൺവിൻസ്. അതാണ് അതിന്റെ അർത്ഥം. അപ്പൊ അങ്ങനെ അതുപോലെയാണ് ഇത് കിടക്കുന്നത്. ഇത് വളരെ വളരെ നല്ല ഒരു ക്ലാസ് ആയിരുന്നു. ഇത് ഹോമിയോപ്പതി ഡോക്ടർമാർക്ക് ഒത്തിരി. സാറേ, നമുക്ക് അടുത്ത ക്ലാസ് ഇതിലേക്ക് പോകാം. പ്ലഗ്മാറ്റിക് ഇമോഷൻസ്, ലോ കീ പേഴ്സണാലിറ്റി. സാറേ, അതിന്റെ വിശദീകരണം. പേഴ്സണാലിറ്റി വളരെ താഴ്ന്ന രീതിയിലായിരിക്കും എപ്പോഴും ചിന്തിക്കുന്നത്. വളരെ റിലാക്സ് ആയിരിക്കും, ഈസി ഗോയിങ് ആയിരിക്കും, ഒരു വലിയ സീരിയസ് ഒന്നും ആയിരിക്കില്ല.
വളരെ ലോ ആയിരിക്കും, എനർജിയൊക്കെ വളരെ ലോ ആയിരിക്കും. ഒരു ചത്ത നമ്മൾ പറഞ്ഞിട്ടില്ല, ഇതിൻ്റെ അകത്ത് പഠിച്ചിട്ടില്ലേ, ലൂക്കോ ഫ്ലെഗ്മാറ്റിക് എന്ന് കർക്കിരിയക്കാറും ഒരു ചത്ത ചതഞ്ഞ മട്ട. നമുക്ക് അവരുടെ നടപ്പും കാണുമ്പോൾ ഒക്കെ അറിയാം പെട്ടെന്നൊരു കാര്യമൊന്നും അവർക്ക് ചെയ്യാൻ പറ്റിയല്ല. അവർ നടന്നു പോവുകയാണെങ്കിൽ എന്നാ പറയുന്നത്, നല്ല മണ്ണുള്ള സ്ത്രീകളൊക്കെ ആണെങ്കിൽ ഒരു ആന നടത്തം പോലെ ആയിരിക്കും. മനസ്സിലായോ? ഈ ആന ഇറങ്ങി നടക്കുന്ന മാതിരി പതിയെ പതിയെ പോയിട്ട് പെട്ടെന്ന് അവർക്കൊരു ജോലിയൊന്നും ചെയ്യാൻ പറ്റിയല്ല. അവർ കുറച്ച് എന്നാ കുറച്ച് അടുത്ത ഈസി ഗോയിങ് ആൻഡ് റിലാക്സ്ഡ്. പതിയെ ചെയ്യുള്ളൂ. ഒരു കാര്യം ഇന്ന് ചെയ്യണമെന്ന് ഇനി നാളെ ചെയ്യാവുന്നേ, നാളെയും വിചാരിക്കുന്നു, നാളെ ഉണ്ടല്ലോ ഇനി നാളെ ചെയ്യാം. അതായത് എൻ്റെ ഒരു മോന് പരീക്ഷയ്ക്ക് പഠിക്കാനുണ്ടെങ്കിൽ ഞാൻ ചോദിക്കും നീ എപ്പോഴാണ് വരും? ഒന്ന് വൈകിട്ട് പഠിക്കാം. വൈകിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ പറയും നാളെ രാവിലെ ഉണ്ടല്ലോ. നാളെ രാവിലെ ചോദിച്ചു കഴിഞ്ഞാൽ പറയും ഇനി ഉണ്ടല്ലോ സമയം, അന്നേരം പഠിക്കാം. ഒന്നും പഠിച്ചിട്ടൊന്നുമില്ല. പക്ഷേ പുള്ളി പരീക്ഷ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ 70%, 75% മാർക്കൊക്കെ മേടിക്കുമായിരുന്നു. എങ്ങനെയോ കിട്ടിയതാണ്. പക്ഷേ ഈ ചില നമ്മൾ കാണാതെ പഠിക്കേണ്ട ഭാഗമൊക്കെ പുള്ളി പഠിക്കത്തില്ല. ചോദിച്ചു കഴിയുമ്പം നമ്മൾക്കറിയാവുന്ന ഇന്ന പോർഷനൊക്കെ വരും. ഈ ഫില്ലപ്പ് ദി ബ്ലാങ്ക്സ് പോലെയുള്ള കുറേ ഒരു പോയട്രിയുടെ പകുതി കുറച്ച് ഭാഗം ബാക്കി ഫില്ലപ്പ് ചെയ്യാൻ വന്നു. പുള്ളി അതൊന്നും പഠിക്കുകയില്ല. ആരും 75 മാർക്ക് കൊണ്ട് പാസ്സായി. അടുത്തത് നെക്സ്റ്റ്. കാം, കൂൾ ആൻഡ് കളക്റ്റഡ്. അവർക്കൊരു ധൃതിയൊന്നുമില്ല. ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ ഞാനും എൻ്റെ അനിയന്മാരൊക്കെ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ, അത് തന്നെയല്ല പെങ്ങന്മാരും ഒക്കെ ആണെങ്കിൽ 1 മണിക്കൂർ മുമ്പേ പോയി റെയിൽവേ സ്റ്റേഷനിൽ നോക്കിയിരിക്കും. അത് ഞങ്ങളുടെ MR സാറ് പറഞ്ഞ മാതിരിയാണ്. MR സാറ് പറഞ്ഞേ, എടാ തലേദിവസം തൊട്ട് ഉറങ്ങാതിരുന്ന് വെളുപ്പിനെ എഴുന്നേറ്റ് കോട്ടയത്ത് ചെന്ന് കഴിയുമ്പം പുറകിലാണ് കോട്ടയം കോഴിക്കോടൊന്ന് പുറകിലാണ് കാണുന്നെങ്കിൽ ഉറങ്ങാതിരുന്നതിന് വല്ല പ്രയോജനം ഉണ്ടോ എന്ന് ചോദിച്ച മാതിരിയാണ്. ചിലരങ്ങനെയാണ്. പതിയൊക്കെ മട്ടിലൊക്കെ ഓടും. എല്ലാം സംഗതിയൊക്കെ പോയി കാണും. വണ്ടിയൊക്കെ പോയി കാണും. ട്രെയിനാണെങ്കിൽ പോയി കാണും, പ്ലെയിനാണെങ്കിൽ പോയി കാണും. അല്ലെ പിന്നെ ഒരുമാതിരി പഞ്ചാബികളുടെ കാര്യം പറഞ്ഞുകൊണ്ടാണ്. സമയമാകുമ്പോൾ അവർ ഓടി വരും. വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് അവർ ചാടിക്കയറും. ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട്, ആക്സിഡൻ്റ് ആയും കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ചില ആൾക്കാരുണ്ട്. പക്ഷേ ഇതിനെതിരാണ്. അവർ വളരെ കൂളായിരിക്കുക. എന്നാ വന്നാലും കുഴപ്പമൊന്നുമില്ല, പതിയെ കാര്യങ്ങൾ നടന്നാൽ മതി എന്നുള്ള തോന്നലാണ്. നെക്സ്റ്റ്. പേഷ്യന്റ്, വെൽ ബാലൻസ്ഡ്. വെൽ ബാലൻസ്ഡ് ആയിരിക്കും, വളരെ പേഷ്യൻ്റ് ആയിരിക്കും. അവർ ഇമ്പേഷ്യൻസ് ഒന്നുമില്ല. ഒരു പ്രാവശ്യം ഞാൻ ഉടുപ്പിയിലായിരിക്കുമ്പോൾ എൻ്റെ ഒരു റിലേറ്റീവ് അവിടെ വന്ന് ഞാനിങ്ങനെ ബസ്സിന് കയറ്റി വിടാനായിട്ട് അവിടെ നിന്നപ്പോഴത്തേനും മൂകാംബിക്ക് പോകാൻ, മൂകാംബി എന്നുള്ളൊരു ബസ് കണ്ടു. ബസ് കണ്ടപ്പം അവർ തലക്കെ ചാടി അങ്ങ് കയറി. പക്ഷേ ആ ബസ്സിൻ്റെ പേരായിരുന്നു മൂകാംബി. അത് നേരെ മംഗലാപുരത്തിനാണ് പോകുന്നത്. ഞാൻ നോക്കി നിൽക്കുന്നതിനുള്ള ഇവർ ചാടി കയറി അങ്ങ് പോയി. ഞാൻ പിന്നെ ഫോൺ എടുത്ത് വിളിച്ചു. നേരത്തേനും മൊബൈൽ ഫോണൊക്കെ കുറച്ച് തുടങ്ങി. ഫോൺ എടുത്ത് വിളിച്ചപ്പോൾ അവർ നേരെ മംഗലാപുരത്തിൻ്റെ പകുതി വഴിയിൽ എത്തിയിരിക്കുക. പിന്നെ ഞാൻ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, നോക്ക് ഇത് മംഗലാപുരത്തിനാണ് പോകുന്നത്, നിങ്ങൾക്ക് പോകേണ്ടത് നേരെ എതിര് റൂട്ടിലാണെന്ന് പറഞ്ഞു. ചിലരുണ്ട് അങ്ങനെ ചാടിക്കയറി പറയും ഇത് നേരെ എതിരാണ്. ഇവർ വണ്ടിയൊക്കെ പോയി കഴിഞ്ഞാലും പതിയെ കയറുള്ളൂ. അതുപോലെ ഈ നമുക്ക് കാണാം, ഈ ഇതിനൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കല്യാണ ഊണിൻ്റെ സമയത്തൊക്കെയാണ് അവരെ വിളിച്ച് കയ്യെ പിടിച്ചിരുത്തില്ല അവരിയ്ക്കില്ല, അവരിവിടെ നോക്കിക്കൊണ്ടിരിക്കും. അതേ നിങ്ങളിപ്പോൾ ഒത്തിരി പേരെ കണ്ടു കാണും അങ്ങനെയുള്ളവരെ. അതുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത്. അടുത്തത് കൺസിസ്റ്റന്റ് ലൈഫ്. അവരുടെ ലൈഫിൽ എല്ലാത്തിനും ഒരു കൺസിസ്റ്റ് ഉണ്ട്. സ്ലോ സ്റ്റഡി ബട്ട് ഡെഫിനിറ്റ്. ചെറിയ തരത്തിലെ ഒരു ഗോള്, വളരെ കടാപിടിയെന്നൊന്നും പോയില്ല, വളരെ സ്ലോയിലായിരിക്കും. വളരെ കൺസിസ്റ്റൻസി കാണും അവരുടെ ജീവിതത്തിൽ. പുരോഗതി ആണെങ്കിലും വളരെ സ്ലോ ആയിരിക്കും. ക്വിക്കൊന്നും ആകത്തില്ല. നെക്സ്റ്റ്. ക്വയറ്റ് ബട്ട് വിറ്റി. ഡോക്ടറെ വിറ്റി എന്നുള്ളതിൻ്റെ മീനിങ് എന്നാ? ഡോക്ടർ ഹരിഹരൻ. ഞാൻ അത് പിന്നെ പറയാം. എനിക്കറിയാം, പക്ഷെ അത് ഞാൻ പറഞ്ഞാൽ ശരിയായില്ലെങ്കിൽ കുഴപ്പമില്ല, പറഞ്ഞോ. എനിക്കറിയത്തില്ല, അതുകൊണ്ടാ പറഞ്ഞത്. ഞാൻ പറയാം. ക്ലാസ് തീരുന്നതിന് മുമ്പ് ഞാൻ പറയാം. അടുത്തതിലേക്ക് പൊക്കും. വിറ്റിയല്ലേ? വിറ്റി തമാശ, ഭയങ്കര തമാശ. വളരെ ക്വയറ്റ് ബട്ട് വിറ്റി.
അതായത് ഫലിതങ്ങളൊക്കെ പറയുന്ന ആളാണെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അതിൻ്റെ സാഹചര്യത്തിൻ്റെ ഇതനുസരിച്ചിട്ടുള്ള അർത്ഥം ഞാൻ ഇതിൻ്റെ അകത്ത് തപ്പിയിട്ട് കിട്ടിയില്ല, ഡിക്ഷണറിക്കകത്ത് തപ്പിയിട്ട് കിട്ടിയില്ല. നമ്മൾ ക്ലാസ് തീരുന്നതിന് മുമ്പ് അത് കണ്ടുപിടിച്ച് പറയാം സാറേ. ഓക്കെ. അടുത്തത് സിമ്പത്തറ്റിക് ആൻഡ് കൈൻഡ്. നമ്മൾ എപ്പോഴും വേറുള്ളവരോട് ഇതായിരിക്കും. അതായത് ഇന്ന് അതായത് എൻ്റെ നാട്ടിൽ ഇന്നൊരു ഇതുണ്ട്, അവർ എപ്പോഴും വേറുള്ളവരെ ഹെൽപ്പ് ചെയ്യും. പക്ഷേ അവർ അവസാനം പോകുമ്പം വേണ്ടാരാണ്ട് പറഞ്ഞുകൊണ്ട് നമുക്ക് എന്തെങ്കിലും പണി വന്നിട്ടേ പോകും. അവർക്ക് അങ്ങനെയുള്ളൊരു കുഴപ്പമുണ്ട്. സിമ്പത്തറ്റിക് ആൻഡ് കൈൻഡ് ആയിരിക്കും, പക്ഷേ അവരിൽ നിന്ന് ഒന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട. അവർ നമ്മളെപ്പോഴും അവരോട് എന്നാ ദയാപരമായിട്ടും ഒക്കെ പെരുമാറുമെങ്കിലും, പക്ഷേ വളരെ ദയാപരമായിട്ട് പെരുമാറും. അവരിൽ നിന്ന് ഒന്നും നമ്മൾ പ്രതീക്ഷിക്കണം. അവർ പോകുമ്പം പൊടിയും തൂത്ത് അവർ സ്ഥലം വിടും. അങ്ങനെയുള്ളവരാണ് ഇതിൻ്റെ അകത്ത് ഈ പ്ലഗ്മാറ്റിക് ആൾക്കാരുടെ. നെക്സ്റ്റ്. ഡോക്ടറെ, ഈ വിറ്റി എന്ന് പറഞ്ഞാല് ആ എന്താന്ന് വെച്ചാല് വളരെ ബുദ്ധിപരമായി തമാശകളിലൂടെ കാര്യം പറയുന്നു. ചില ഉദാഹരണമായിട്ട് ഇപ്പൊ ശശി തരൂര് തമാശയിലൂടെ അയാള് ഒരു വലിയ കാര്യം പറയും. അപ്പം അത് ഹ്യൂമർ സെൻസും ആണ്, അതേസമയം കളവറുമാണ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. അടുത്തത് മാഡം പറഞ്ഞു. കേൾക്കുന്നില്ല. മൂട്ട. ക്ലവർ ആൻഡ് അമ്യൂസിങ് എന്നുള്ളതാണ് വിറ്റി വേർഡ് ആ, മീനിങ്. അതെ. ഓക്കെ, ക്വയറ്റ് ബട്ട് വിറ്റി. സിമ്പത്തറ്റിക് ആൻഡ് കൈൻഡ്. അത് നമ്മൾ വായിച്ചതാണല്ലോ. വായിച്ചോ? ആ കൈൻഡ് ദയുള്ളവരായിരിക്കും. അത് പറഞ്ഞില്ല സാറേ? പറഞ്ഞു. പറഞ്ഞോ? പറഞ്ഞു. ഞാൻ സെൻസിബിൾ കാരണം മാഡം വേറെ ഏതാണ്ട് ശ്രദ്ധിക്കുന്നുണ്ട് അതിനിടയ്ക്ക്. അല്ല, ഞാൻ ഇതിന്റെ അർത്ഥം നോക്കാൻ പോയതാ. അവര് ഒരിക്കലും അവരുടെ വികാരങ്ങൾ പുറത്ത് കാണിക്കുകയില്ല. അവരെ കണ്ടാൽ നമുക്ക് അവർക്ക് ദേഷ്യമാണോ അരിശമാണോ സങ്കടമാണോ ഹാപ്പിനെസ് ആണോ എന്ന് നമുക്ക് കണ്ടാൽ തിരിച്ചറിയില്ല. ഒരുമാതിരി ബലം പിടിച്ചിരിക്കും. ഹാപ്പിലി റീകൺസീൽഡ് ടു ലൈഫ്. ലൈഫിലെല്ലാം ഒരു സന്തോഷമായിട്ടുള്ള ഒരു ജീവിതം അവർ എന്നാ വന്നാലും അതൊക്കെ ലീഡ് ചെയ്യും. അടുത്തത് ആൾ പർപ്പസ് പേഴ്സൺ. അവരെ എല്ലാ കാര്യത്തിൻ്റെ അകത്തും ഉപകരിക്കുകയും ഉപയോഗപ്പെടുത്താനും പറ്റുന്ന ആൾക്കാരായിരിക്കും. പറയട്ടാ? പറ. മേക്സ് എ ഗുഡ് പേരന്റ്. അവര് എപ്പോഴും നല്ല പേരൻറ്റിങ് ശരിക്കും അവർക്ക് അറിയാവുന്നതായിരിക്കും. അതായത് പേരൻറ്റിങ് എന്ന് പറയുമ്പം 2 തരത്തിലുണ്ട്. ഒന്ന് ഇത് സൈക്കോളജിക്കകത്ത് പറയുമ്പം പേരൻറ്റിങ് 2 തരത്തിലുണ്ട്. ഒന്ന് പ്രീ ചൈൽഡും ഈ സ്ട്രിക്റ്റ് പേരൻറ്റിങ്ങും, ഒന്ന് അല്ലാതെ ഉള്ള പേരൻറ്റിങ്ങും. ഇതിന് അവർ വേണ്ടിയെടുത്ത് അവരെ സപ്പോർട്ട് ചെയ്യും, കുട്ടികളെ സപ്പോർട്ട് ചെയ്യും. വേണ്ടാത്തടത്ത് തെറ്റ് കണ്ടാൽ അത് വിളിച്ച് സന്തോഷമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു നേച്ചറായിരിക്കും അവർക്കുള്ളത്. നെക്സ്റ്റ്. ടേക്സ് ടൈം ഫോർ ദി ചിൽഡ്രൻ. പിള്ളേർക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്തും. ക്വാളിറ്റി ടൈം അവർ കണ്ടെത്തും. ഉള്ള സമയം ഉണ്ടെങ്കിലും അതിനൊരു നിശ്ചിത സമയം അവർ കണ്ടെത്തുകയും അവരുടെ കൂടെ കളിക്കുകയും ചിരിക്കുകയും എല്ലാം ചെയ്യും. ആ സമയം അവർക്കായിട്ട് മാറ്റി വെക്കും. നെക്സ്റ്റ്. ഈസ് നോട്ട് ഇൻ എ ഹറി. ഇപ്പം നമ്മൾ ആദ്യം പോയത് കറി പറയില്ല പോയത്. കറി കോസസ് പ്രോബ്ലം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ആദ്യം. ഇപ്പം പോയത് വളരെ സ്ലോയാണ്. അപ്പം എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ഡോക്ടർ ഹരിഹരൻ പറഞ്ഞത് നന്നായി. പതിയെ പോകുന്നത്, പക്ഷേ സമയം ഏകദേശമായി. എന്നാലും വളരെ ഇച്ചിരിയുടെ സമയം എടുത്താൽ ഇതൊന്ന് തീർക്കാം, അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം മതിയെങ്കിൽ ബാക്കി തന്നെ വെക്കാം. ശരിയാണ്, 10:25 പെട്ടെന്ന് തന്നെ. അതാ പറഞ്ഞേ. ഇത് രണ്ടും കൂടെ ഇതില് ഇനി 2 ഉണ്ടല്ലോ, അത് പറഞ്ഞു അതങ്ങ് പറഞ്ഞു തീർത്തേക്കാം. എല്ലാത്തിൻ്റെയും അഴുക്കിലും അവരുണ്ട് നന്മ കണ്ടെത്തും. അതായത് ഒരുമാതിരി ഈ കണ്ടത്തിലാണ് താമര വളരുന്നത്.
താമര ഈ ഉള്ള അഴുക്കുകളെല്ലാം മറിച്ച് ഇല കൊണ്ട് മറിച്ചിട്ട് ഒരേ അടി മുകളിലോട്ട് നിന്നിട്ട് അത് നല്ല പുഷ്പങ്ങളെ ഉണ്ടാക്കും എന്ന് പറഞ്ഞിട്ട് ഈ അഴുക്ക് സാഹചര്യങ്ങളിൽ പോലും അവരെപ്പോഴും അതിനകത്ത് നന്മകൾ കണ്ടെത്തും. അതാണ് doesn't get upset easily. പെട്ടെന്ന് ഇതുപോലെയൊക്കെയുള്ള എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ അവരവിടെ അപ്സെറ്റ് ഒന്നും ആകത്തില്ല. അവരിങ്ങനെ അതിനെക്കുറിച്ച് ചിന്തിച്ച് അന്നേരം വേണ്ടിയത് വേണ്ടാമണ്ണം വേണ്ട കൂട്ടി ചെയ്യാനുള്ള കഴിവ് അവർക്കുണ്ടായിരിക്കും. നീ എത്രയെണ്ണം? 2 എണ്ണോ എത്രയാ? ഞാൻ നോക്കിയില്ല. അല്ല ഇത് തീർന്നു. ഇത് അടുത്ത സ്ലൈഡ് അടുത്ത ദിവസം എടുക്കാം ഡോക്ടറെ. ഒന്നോ രണ്ടോ ആയിക്കോട്ടെ. അല്ലെങ്കിൽ സമയമില്ല, 10:25 എന്നാ ആയിക്കോട്ടെ, എനിക്ക് കുഴപ്പമില്ല. അതെ, ഓക്കെ. അടുത്ത പ്രാവശ്യം എടുക്കാം ഡോക്ടറെ. ഇത് ഇപ്പൊ ഞാൻ ഒരു സജഷൻ പറഞ്ഞോട്ടെ. പറയാം. അതിനാണല്ലോ കൂടുതൽ ഇമ്പോർട്ടൻസ്. ഇപ്പൊ നമ്മള് ല്യൂക്കോപ്ലഗ്മാറ്റിക് അല്ലേ നമ്മളിപ്പോ എടുത്തത്? അതെ. ല്യൂക്കോപ്ലഗ്മാറ്റിക് എടുത്തപ്പോ നമ്മൾ ഇതിലെ ഡോക്ടർ പറയുന്ന ഓരോ കാര്യങ്ങളും മോസ്റ്റ് സ്യൂട്ടഡ്, അതായത് ഒരു 80% 90% സ്യൂട്ടബിൾ ആയിട്ടുള്ള മരുന്നും കൂടെ പറയുവാണെങ്കിൽ വളരെ നന്നായിരിക്കും. ഇപ്പൊ എന്റെ നോട്ടത്തില് ഇപ്പൊ കാൽക്കേരിയ കാർബ്, ഈ പറഞ്ഞതെല്ലാം മിക്കവാറും എല്ലാം ചേർന്നതാണ് കാൽക്കേരിയ കാർബ് പേഷ്യന്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ മെലങ്കോളി ടെമ്പറമെന്റിന് ഒന്നും പറഞ്ഞില്ല. അതും പറയാൻ പറ്റും. അതും മെലങ്കോളിക്ക് അതിനും എന്റെ മനസ്സിൽ മരുന്ന് വന്നിട്ടുണ്ട്. അടുത്ത പ്രാവശ്യം അതിനുള്ള മെഡിസിൻ കൂടെ പറഞ്ഞു പോവാം ഹരിഹരൻ സാർ. അടുത്ത പ്രാവശ്യം ഓരോ ടെമ്പറമെന്റ് പറയുമ്പോഴും അതിന് വരുന്ന കുറച്ച് ഞാൻ ഇവിടെ കുറിച്ചിട്ടിട്ടുണ്ട്. അതുകൊണ്ട് അത് ധൃതി വെച്ചത്. കണ്ടന്റ് കൂടുതലാ, സമയം കുറവും കണ്ടന്റ് കൂടുതലും. അതുകൊണ്ടാ അടുത്ത പ്രാവശ്യം നമുക്ക് മെലങ്കോളിക് ടെമ്പറമെന്റ് ഒന്നുകൂടി വേണമെങ്കിൽ സ്പീഡിൽ പറഞ്ഞിട്ട് അതിൽ വരുന്ന മെഡിസിൻ കൂടെ പറയാം. അടുത്ത ആഴ്ച തന്നെ വെക്കാം നമുക്ക്. അടുത്ത ആഴ്ച തന്നെ ഓക്കെ. സാറ് ഈ സ്ക്രീൻ ഒന്ന് ഓഫ് ചെയ്യോ? ഓക്കെ. ഡോക്ടറുടെ ആരോഗ്യസ്ഥിതി കൂടെ നോക്കിയിട്ട് കേട്ടോ. അതെ, ആയിക്കോട്ടെ. താങ്ക് യു വെരി മച്ച് ഫോർ യുവർ കൺസേൺ അബൌട്ട് മീ. സ്റ്റോപ്പ് ചെയ്ത് ഓഫ് ചെയ്തു. ഓക്കെ, അപ്പൊ എല്ലാരെയും ഒന്ന് കാണാമല്ലോ, ശ്വാസം മുട്ടാവും. അപ്പൊ സമയമില്ല. ഡോക്ടർ പറഞ്ഞ മാതിരി ഹ്യൂമർ എപ്പോഴും നല്ലതാ. കൂടുതൽ ഡോപ്പാമിനും സിറോട്ടിനും ഒക്കെ കിട്ടുമെന്നാണ്. അപ്പൊ എന്തായാലും വളരെ നല്ല വിജ്ഞാനപ്രദമായ ക്ലാസ് ആയിരുന്നു. ഹരിഹരൻ സാറിന്റെ അഭിപ്രായം കൂടെ പറയും. എന്റെ അഭിപ്രായം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡോക്ടർ പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങളെല്ലാം തറമാക്കി കഴിഞ്ഞാൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രിസ്ക്രിപ്ഷൻ ഈസിയാണ്. ആണോ? അത് ശരി. വെരി ഈസി. ഡോക്ടർ ചെയ്തിരിക്കുന്ന വർക്ക് വളരെ വണ്ടർഫുൾ വർക്കാണ്. ഇതിന് ഈ സാങ്ക്വിൻ ടെമ്പറമെന്റ് എന്ന് പറയുമ്പോൾ ആ സാങ്ക്വിൻ ടെമ്പറമെന്റിലുള്ള ഓരോ റൂബ്രിക്ക് അതെല്ലാം റൂബ്രിക്കാക്കാവുന്നതാണ്. ഇതെല്ലാം അതിന് ഈ സാങ്ക്വിൻ ടെമ്പറാമെന്റിന് സമയമില്ലാത്തതുകൊണ്ട് എടുക്കാൻ പെറംപോസ്, ഹയോസ്യാമസ്. അല്ല, അതിപ്പോ പറയണ്ട സാറേ, കാരണം ഒന്നിനും നമ്മൾ മെഡിസിൻ പറഞ്ഞില്ലല്ലോ. അടുത്ത ക്ലാസ്സിലെ ഓരോന്നിനും നമുക്ക് ഓരോ ടെമ്പറമെന്റ് പറയുമ്പോഴും അതിനുള്ള മെഡിസിൻ. അത് മാത്രമല്ല, ചില ടെമ്പറാമെന്റിൽ ഇപ്പൊ പല ടെമ്പറാമെന്റിനും വരാം. അതുപോലെ തന്നെ പല മെഡിസിൻസും പല ടെമ്പറാമെന്റിനും വരാം. ഒരു മെഡിസിൻ തന്നെ പലതിനും. നമ്മുടെ ഹോമിയോപ്പതി മെഡിസിൻ അങ്ങനെയാണല്ലോ. ഏറ്റക്കുറച്ചിൽ വരും. അതിന്റെ അകത്ത് ഏറ്റക്കുറച്ചിൽ വരും. കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാ ഡോക്ടർ. അതെ. ഓക്കെ, അതിനെ കുറിച്ച് വിശദമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാവുന്നതാണ്. എന്തായാലും വളരെ നല്ല അറിവ് പകരുന്ന ക്ലാസ് ആയിരുന്നു ഇന്ന് കുറുപ്പ് സാറിന്റെ. സാറിന് ഔപചാരികമായി നന്ദി പറയുന്നതിന് ഞാൻ ഹരിഹരൻ സാറിനെ തന്നെ ക്ഷണിക്കുകയാണ്. സാറേ, ഞാൻ ഇതിന്റെ നന്ദി എല്ലാവർക്കും വേണ്ടിയിട്ടും, അതായത് IFPSന്റെ ഓഫീസ് ബിയറേഴ്സ്, പിന്നെ ഇതിന് പങ്കെടുത്ത എല്ലാവരുടെയും പേരിലും ഞാൻ അങ്ങയെ ഹാർദവമായിട്ട് കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു. അങ്ങ് ചെയ്ത ഇത്രയും കാലത്തെ വർക്കില് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വർക്ക് ഇതാണ്. അതുകൊണ്ട് അങ്ങ് ഇനിയും വന്ന്
you must enrich us with your profound knowledge. Thank you very much. ഇതുപോലെ അഥവാ ഇനിയുള്ള ക്ലാസ്സിലാണേലും ഇതുപോലെ മിണ്ടാതിരിക്കരുത്, അന്നേരം കൈ പൊക്കിയിട്ട് പറഞ്ഞോണം, എന്നാലേ ക്ലാസ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ആദ്യത്തെ പകുതി അത്രയും എഫക്റ്റീവ് ആയില്ല, രണ്ടാമത്തെ പകുതി വളരെയധികം എഫക്റ്റീവ് ആയുള്ള കാര്യം ഡോക്ടർ ഹരിഹരൻ ഡോക്ടറുടെ ഇന്ററപ്ഷൻ കൊണ്ടാണ് നന്നായത് എന്ന് എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. കേട്ടോണ്ടിരുന്ന എല്ലാവർക്കും മുഴുവനാക്കാൻ പറ്റിയില്ല, സോറി. എന്നാലും ഇതാണ് നല്ലതെന്ന് എനിക്കും തോന്നി. അപ്പൊ ഇതാണ് 4 ക്ലാസ് ആയിട്ട് എടുക്കാമായിരുന്നു. ഓരോ ടെമ്പറാമെന്റും വേറെ വേറെ എടുത്തിരുന്നെങ്കിൽ ഓക്കെ, അതാണ് സാറേ ഒരു ടെമ്പറമെന്റ്. ഈ മറ്റേ എന്താണ് ആദ്യം തുടങ്ങിയ മറ്റേ മെലങ്കോളിക് ടെമ്പറമെന്റ് ഒത്തിരി ഉണ്ട്, ഒരുപാട് ഉണ്ട് ഒരുപാട്. ഉണ്ട്. അപ്പൊ അതൊന്നും കൂടി വേണമെങ്കിൽ വിവരിച്ച് കുറച്ച് ഇതുപോലെ വേണേ ഒന്നുകൂടെ എടുക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ കുഴപ്പമില്ല സാറേ, നമുക്ക് എന്തായാലും അറിവ് കിട്ടാൻ വേണ്ടിയില്ലേ. അതെ അതെ, അതൊന്നും കുഴപ്പമില്ല. നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ കേൾക്കുന്നതിലൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല. അത് അപ്പൊ ഒന്നുകൂടെ വിശദമായിട്ട് കേൾക്കാം, ഒന്നുകൂടെ മനസ്സിൽ പതിയും. അപ്പം വളരെ നല്ല ഒരു ക്ലാസ് ആയിരുന്നു എന്തായാലും. ഇതുപോലെ ഞാൻ ആദ്യമൊക്കെ ഈ ടെമ്പറാമെന്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ശരിക്കും അറിയത്തില്ലായിരുന്നു. അപ്പൊ അന്നേരം എൻ്റെ ഒരു ഗുരുവുണ്ട്, ആന്റൺ ജയസൂര്യ എന്ന് പറയും, ശ്രീലങ്കക്കാരൻ. പുള്ളി പറഞ്ഞു, എന്തെങ്കിലും ഒരു സബ്ജക്റ്റിനെ കുറിച്ച് അറിയാൻ വേണമെങ്കിൽ അതിലൊരു ക്ലാസ് എടുക്കുക, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒരു പുസ്തകം എഴുതുക, അന്നേരം തന്നെ നമ്മൾ റെഫർ ചെയ്യും. അങ്ങനെ ഇപ്പൊ ടെമ്പറാമെന്റിനെ കുറിച്ച് ആദ്യമൊക്കെ എനിക്ക് പറഞ്ഞാൽ എന്നാ ഈ ടെമ്പറാമെന്റ് എന്നാണെന്ന് കടിച്ചാൽ പൊട്ടിയല്ലാത്ത ഒരു സബ്ജക്റ്റാണ്. അപ്പൊ എനിക്ക് ഏകദേശമൊക്കെ, മുഴുവനാണെന്ന് പറയുന്നില്ല, ഏകദേശം ഒരുമാതിരി നല്ലോണം മനസ്സിലായി. അപ്പൊ അതിന്റെ ഉസ്താദായി. നന്ദി. മോഡറേറ്റർ വളരെ അധികം ഹ്യൂമർ പറയുന്ന ആളാ അല്ലെ, തമാശ പറയും. ഇടയ്ക്കൂടെ എന്തെങ്കിലും തമാശയൊക്കെ പറയണ്ടേ, പിന്നെ ഡോപ്പമിൻ ഉണ്ടാവണ്ടേ എല്ലാവർക്കും. ഡോപ്പാമിനും സിറോട്ടിനും ഒക്കെ ഉണ്ടാകണം. ഇന്ന് എന്നാ റെഡ്ഡിയാർ ഡോക്ടർ പറഞ്ഞ മാതിരി. അതാണ്. എന്തായാലും റെഡ്ഡിയാർ ഡോക്ടറുടെ ക്ലാസ് നന്നായിരുന്നു കേട്ടോ, കുഴപ്പമില്ല. ഇന്നത്തെ നന്നായിരുന്നു. സമയമില്ലായിരുന്നു ഒന്നും പറയാനായിട്ടൊന്നും. നന്നായിരുന്നു. വളരെ സന്തോഷം. അപ്പൊ ഇന്ന് ഈ സൂം പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ടും കുറുപ്പ് സാർ ഇനിയും വരുമെന്ന് ആശിച്ചുകൊണ്ടും എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. ഇന്ന് മലയാളം സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. എല്ലാവർക്കും ഒരിക്കൽ കൂടി ശുഭരാത്രി. ഓക്കെ.